നമസ്കാരം, ഞാൻ സുനിത ദേവദാസ്. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വേറൊരു വിഷയമാണ്. കുറച്ച് ആരോഗ്യത്തെക്കുറിച്ച്, മരുന്നുകളെ കുറിച്ചൊക്കെയാണ്. കാരണം രാഷ്ട്രീയം പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമല്ലോ. ഇന്നത്തെ നമ്മുടെ അതിഥി എഴുത്തുകാരിയും ഫാർമസിസ്റ്റുമായ ലീന തോമസ് കാപ്പനാണ്. 50 വയസ്സ് കഴിഞ്ഞവർ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ദിവസവും കഴിക്കേണ്ട ആവശ്യകത എന്താണ്? വെയിൽ കൊണ്ടാല് നമുക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി കിട്ടുമോ? വൈറ്റമിൻ ഡിയുടെ കുറവ് നിങ്ങളിൽ അതിഭീകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇൻസുലിൻ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കം വരാത്തത് എന്തുകൊണ്ടാണ്? മേലുവേദന വരുന്നത് എന്തുകൊണ്ടാണ്? ഹോർമോൺ ഇംബാലൻസ് നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കാനഡയിൽ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അത്യാവശ്യം ഒരു ചികിത്സ വന്നാൽ, ഒരാവശ്യം വന്നാൽ നിങ്ങൾക്ക് ഫാർമസിസ്റ്റുകളെ കാണാനുള്ള സൗകര്യമുണ്ടെന്നറിയാമോ? തുടങ്ങി ചെറിയ 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 കുറച്ച് വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഫാർമസിയിൽ ബിരുദാനന്തര ബിരുദമുള്ള അവരുടെ കരിയർ അവർ തുടങ്ങുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീനിയർ ലെക്ചർ ആയിട്ടാണ്. അത് കഴിഞ്ഞ് കാനഡയിൽ വന്നു. കാനഡയിൽ ഫാർമസിസ്റ്റുകൾക്ക് ചില പ്രൊവിൻസുകളിലൊക്കെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം വൈറ്റമിനുകളെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, മരുന്നുകളെ കുറിച്ചൊക്കെ പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകളെ കുറിച്ചൊക്കെ, മിസ് ഇൻഫർമേഷനൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നിരന്തരം സംസാരിക്കുന്ന, ശാസ്ത്രീയ അറിവുകൾ പങ്കുവെക്കുന്ന ലീനയെ നിങ്ങൾക്ക് മുന്നിലൊന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പുതിയ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് ആ പോഡ്കാസ്റ്റിലേക്കുള്ള ഒരു എപ്പിസോഡാണ്. പോഡ്കാസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾ ഫോളോ ചെയ്യണം, വിജയിപ്പിക്കണം. ലീന, ഇക്കഴിഞ്ഞ ദിവസം നമ്മളെ സോഷ്യൽ മീഡിയയിൽ കണ്ട വലിയൊരു ആക്റ്റീവായി നടന്നൊരു ചർച്ചയാണ് 50 വയസ്സ് കഴിഞ്ഞ ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കണം, അത് ഭയങ്കര എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഭയങ്കര പരിഹാരമായിരിക്കുന്നു. അപ്പൊ വൈറ്റമിനുകൾക്ക് അത്രയും വലിയൊരു പ്രാധാന്യം ഉണ്ടോ? അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോ? അത് ഭയങ്കര ഓവർ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണോ അത്? അല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഞാൻ കാനഡയിൽ വന്നപ്പോഴാണ് ഞാനും വൈറ്റമിൻ ഡി എടുക്കണം, മൾട്ടി വൈറ്റമിൻസ് ഒക്കെ ഡെയിലി കഴിക്കണം എന്നൊക്കെ ഞാൻ ഈ ഫാർമസി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്ര പ്രാധാന്യത്തോടെ മനസ്സിലാക്കുന്നത്. ഇവിടെ എല്ലാവരും എസ്പെഷ്യലി നമ്മൾ ഈ മൾട്ടി വൈറ്റമിൻ്റെ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് 50+ വിമൻ, 50+ മെൻ എന്നൊക്കെ എഴുതിയിരിക്കും. അപ്പോൾ 50+ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അപ്പോഴാണല്ലോ നമ്മുടെ ആരോഗ്യം കുറച്ച് ഡീഗ്രേഡ് ചെയ്ത് പോണ പോലെ നമുക്ക് തോന്നുന്നത്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഒരു 40+ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു പ്രീ മെനോപോസൽ ആ ഒരു ഏജിലേക്കൊക്കെ ആയി തുടങ്ങും. സ്ത്രീ ഹോർമോൺസുകൾ താഴ്ന്നു തുടങ്ങും. തന്നെയുമല്ല, നമ്മൾ ഒരു സമീകൃത ആഹാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകളിൽ കഴിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പൊന്നുമില്ല, അല്ലേ? ചിലപ്പോൾ ചെറിയ ഒരു ക്രോമിയത്തിന്റെ അളവായിരിക്കാം, സിങ്കിന്റെ അളവായിരിക്കാം. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് വേണ്ട ഡെയിലി റിക്വയർമെന്റ്സ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ സമീകൃത ആഹാരം നമ്മുടെ ജീവിതത്തിന്റെ ഈ പാച്ചിലിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്തടത്തോളം കാലം ഇവിടെ ഉള്ളവർ തുടർന്ന് വരുന്ന ഒരു രീതിയാണ് എല്ലാ ദിവസവും ഒരു മൾട്ടി വൈറ്റമിൻ കഴിക്കുക എന്നുള്ളത്. അതിലാവുമ്പോൾ എല്ലാ മിനിമം ഡെയിലി റിക്വയർമെന്റ്സിനുള്ള എല്ലാ അളവ് മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇത് 50 വയസ്സ് കഴിഞ്ഞവർ മാത്രം കഴിച്ചാൽ മതിയോ, അതോ എല്ലാരും ഇല്ല, സമീകൃത കുട്ടികൾക്ക് ആഹാരം കഴിക്കാത്തവർക്കൊക്കെ ആവശ്യമുണ്ടോ? സമീകൃത ആഹാരം കഴിക്കുന്നില്ല എന്ന് തോന്നുന്ന എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും ശരിക്കും അറിയില്ല. അപ്പൊ അവരവർക്ക് വരുന്ന എന്തെങ്കിലും ലക്ഷണങ്ങളായിരിക്കും പറയാ. എനിക്ക് കാലുവേദനയുണ്ട്, അല്ലെങ്കിൽ തലവേദനയുണ്ട്, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലാണ്, ഉറക്കം വരുന്നില്ല, അത്തരം. അപ്പൊ ഇത്തരം സിംറ്റംസ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെന്ന്? എന്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെന്ന് നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ ചെന്ന് കാണുകയും പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ അതിൻ്റെ വൈറ്റമിനുകൾ ബ്ലഡ് ലെവലിൽ എത്രയാണ് എന്ന് ലാബ് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ലാബിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് സംസാരിച്ച് അത് നിർണ്ണയിക്കുക തന്നെ വേണം. പക്ഷേ പലപ്പോഴും എനിക്ക് വരാറുള്ള ഫോൺ കോളുകൾ, ഞാൻ ഇടപെടുന്ന ആളുകൾ, അവർക്കൊക്കെ രാത്രിയിൽ ഉറക്കമില്ല, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലാണ്, ചിലപ്പോൾ ദിവസങ്ങളോളം ഉറങ്ങാതെ കിടക്കുന്ന മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ കാലുവേദനയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവരോട് ആദ്യത്തെ ഒരു പ്രഥമ നടപടിയായിട്ട് നമുക്ക് ഫാർമസിസ്റ്റിന് പറഞ്ഞു കൊടുക്കാനുള്ളത് ഡെയിലി ഒരു മൾട്ടി വൈറ്റമിൻ കഴിച്ചു നോക്കൂ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ആരോഗ്യം, നമ്മുടെ ക്ഷീണവും എല്ലാം ഒന്ന് മാറി കുറച്ച് ആരോഗ്യം വീണ്ടെടുക്കുന്നത് പോലെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അത് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലർ 2 ദിവസം കഴിയുമ്പോൾ തന്നെ വിളിക്കുമോ, ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി,
ഉം. അങ്ങനെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ. ചെറിയ ചില എലമെന്റ്സ്, മൈക്രോ ന്യൂട്രിയൻസിന്റെ എലമെന്റ്സിന്റെ കുറവായിരിക്കും. അത് നമ്മളൊന്ന് ചെറുതായിട്ട് മഗ്നീഷ്യം ഉറക്കത്തെ സഹായിക്കും, മസിൽ വേദനകൾക്ക് സഹായിക്കും. അപ്പോൾ ചിലപ്പോൾ കാലുവേദന കൊണ്ടായിരിക്കും രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടക്കുന്നത്, മസിലിനുള്ള കൊച്ചിപ്പിടുത്തമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ അത് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആൾക്കാർ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുന്നത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു കാര്യം തന്നെ. ഉറങ്ങാതെ കിടക്കുന്ന മനുഷ്യര് ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി എന്ന് ഉറക്കക്കുറവിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ വലിയ റീസൺസ് അല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ വൈറ്റമിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഉറക്കക്കുറവാണ് ഒരാൾക്ക്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് വരാം? ഉറക്കക്കുറവ് പ്രധാനമായിട്ട് നമുക്ക് എസ്പെഷ്യലി ഞാൻ എപ്പോഴും ഒരു വിമൻ ഹെൽത്ത് അല്ലെങ്കിൽ 45+ കഴിഞ്ഞ ആൾക്കാരുടെ ഒരു വിമൻ ഹെൽത്തിനെ പറ്റി ഞാൻ ഒരുപാട് കൺസേൺഡ് ആണ്. അപ്പോൾ ഉറക്കക്കുറവ് നമ്മുടെ സ്ത്രീ ഹോർമോണുകൾ കുറയുന്നത് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ തൈറോയിഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവാം, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറക്കക്കുറവുണ്ടാവാം. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്ന് നമ്മൾ പറയുമ്പോൾ, വൈറ്റമിൻ ഡി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാവും, ആകുലതകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു നോർമൽ ഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മുടെ മോൻ സ്കൂളിൽ പോയിരിക്കുകയാണ്, തിരിച്ച് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, നമ്മൾ നോർമലായിട്ട് അങ്ങനെ വലിയ ആകുലതയൊന്നും നമുക്കില്ല. പക്ഷെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, അവൻ തിരിച്ചു വരുമോ, ബസ്സിൽ കയറിയോ, സ്കൂളിൽ എത്തിയോ, ഉച്ചയ്ക്ക് കഴിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള പലതരം ആകുലതകൾ നമ്മുടെ അമ്മമാർക്ക് വെറുതെ ഇങ്ങനെ മനസ്സിൽ നിന്ന് പൊന്തി വരും. അതൊരു സ്റ്റേജ് കഴിഞ്ഞ് വീണ്ടും വൈറ്റമിൻ ഡി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഫാർമസിയിൽ പലപ്പോഴും വരുമ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു നോർമൽ ടോക്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ശരിക്കുള്ള ഡിപ്രഷനുള്ള ആളുകളെ കാണുമ്പോൾ അവർക്ക് രാവിലെ അവരുടെ ഡെയിലി റുട്ടീൻസ് നിർവഹിക്കാൻ പറ്റാത്ത വിധം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും ഉള്ള ഒരു മോട്ടിവേഷൻ ഇല്ല. അതാണ് ആക്ച്വലി നമ്മൾ ഡിപ്രഷന്റെ ഒരു ലക്ഷണമായിട്ട് പലപ്പോഴും പലരും ഇവിടെ വന്ന് കാണുന്നത്. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ വൈറ്റമിൻ ഡി ആൻസൈറ്റി ഉണ്ടാക്കും, ഡിപ്രഷൻ ഉണ്ടാക്കും, ഉറക്കക്കുറവ് ഉണ്ടാക്കും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇതെല്ലാം നമ്മുടെ ബോണിന്റെ ഹെൽത്തിന്, അതായത് നമ്മുടെ അസ്ഥികളുടെ ബലത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് പ്രായമാവുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് മിസ്കൺസെപ്റ്റ് എന്ന് തന്നെ വേണം പറയാൻ. ഞാനും ഒക്കെ 4ാം ക്ലാസ്സിൽ മത്സര പരീക്ഷയ്ക്കൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പഠിക്കുക നമ്മൾ? വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ സൺഷൈൻ വൈറ്റമിൻ ആണ്. നമ്മൾ വെയിൽ കൊണ്ടാൽ നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി കിട്ടും. അതുകൊണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന കെമിക്കൽ നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്കൊരു ധാരണയുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അപ്പോൾ റീസെർച്ച് സ്റ്റഡിയിൽ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ അത്ര വെള്ളക്കാരുടെ പോലെ വെള്ള സ്കിന്നല്ല നമുക്ക്, നമ്മുടെ ഒരു ഡാർക്ക് ടോൺഡ് അല്ലെങ്കിൽ ബ്രൗൺ ടോൺഡ് സ്കിന്നാണ്. ഈ സ്കിന്നിൽ അത്ര വലുതായിട്ടൊന്നും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി ക്യൂട്ടേനിയസ് സിന്തസിസ് സ്കിന്നിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ പെർസെൻറ്റേജേ ഉള്ളൂ. പിന്നെ നമുക്ക് ഡെയിലി റെക്കമെൻഡഡ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി 1000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. 800 മുതൽ 1000 വരെ ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. ഇത് നമുക്ക് ഡെയിലി റെക്കമെൻഡ് ഡോസിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് സ്കിന്നിന്റെ അടിയിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മിഡ് ഡേയിൽ, അതായത് ഒരു 11 മണി മുതൽ 3 മണി വരെ നട്ടുച്ച വെയിലത്ത് 40% സ്കിന്ന് എക്സ്പോസർ ആയിട്ട് നമ്മൾ സൂര്യന്റെ അടിയിൽ നിൽക്കണം. അങ്ങനെ നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? അല്ലേ? ഇവിടെ വിന്റർ കഴിയുമ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും അല്പവസ്ത്രധാരികളായി. ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കാൻ വന്ന മണ്ടത്തരം ചോദ്യാന്ന് എനിക്ക് ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, ഇപ്പൊ ഈ തണുപ്പ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് വിന്ററിൽ ഒരു ഡിപ്രഷൻ സാധനം തോന്നില്ലേ? അപ്പൊ അത് ഈ വൈറ്റമിൻ ഡിയുടെ കുറവാണോ എന്ന് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അപ്പൊ വെയിൽ കൊള്ളുന്നത് വലിയ ഡിഫറൻസ് ഇല്ലെന്നും പറഞ്ഞു. അപ്പൊ വെയിൽ കൊള്ളുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, സമ്മർ ആവുമ്പോഴത്തേക്ക്, അതായത് മഞ്ഞങ്ങ് മാറി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ആൾക്കാർ അധികം തുണി ഡ്രസ്സൊന്നും ഇടാതെ നടക്കുന്നതാണ്. തുണിക്കില്ല. അതിന്റെ മെയിൻ റീസൺ ഇതാണ്. 40% എങ്കിലും സ്കിന്ന് സൂര്യന്റെ അടിയിൽ ഒരു 3-4 മണിക്കൂർ ഉച്ച സമയത്ത് എക്സ്പോഷർ ആയാൽ മാത്രമേ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി സ്കിന്നിന്റെ അടിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ലോങ് ടേം കെയർ ഹോമിലായിരിക്കുന്ന ആൾക്കാർ പലപ്പോഴും അവർ പുറത്തിറങ്ങി നടക്കുന്നില്ല. അതുപോലെ പ്രായമായ ആൾക്കാർ അങ്ങനത്തെ റിട്ടയർമെന്റ് ഹോമിൽ അവർ പുറത്തിറങ്ങി നടക്കുന്നില്ല. ഇവർക്കൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ഇവിടുത്തെ ഫാർമസി പാക്കിൽ നമ്മൾ ഉൾപ്പെടുത്തി കൊടുത്തു വിടും. 1000 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ഒരു ടാബ്ലറ്റ് അവരുടെ ഡെയിലി റുട്ടീനാണ് അവരുടെ. അവർക്ക് ഇത് തന്നെയാണ് കാരണം, അവരൊരിക്കലും സൂര്യപ്രകാശം കൊള്ളുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി സൂര്യപ്രകാശം കൊണ്ടാൽ തന്നെ നമ്മൾ സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് റേറ്റ് ഓഫ് ഏജിങ് കൂടും, നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഏജ്ഡ് ആവും. ഇതൊക്കെ കണ്ട് നമ്മൾ പലരും അങ്ങനെ നട്ടുച്ച വെയിലത്ത് 3-4 മണിക്കൂർ 40% നമ്മുടെ സ്കിൻ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫുഡ് ഒരു കൃത്യ അളവിൽ കഴിച്ചാൽ അന്നത്തെ ദിവസത്തേക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി കിട്ടുമോ? നമ്മൾ പറയുന്നത് ഇവിടെ കാനഡയിൽ ഫോർട്ടിഫൈഡ് മിൽക്ക് ഉണ്ട്, ഫോർട്ടിഫൈഡ് മാർജറിൻ ഉണ്ട്, ഫോർട്ടിഫൈഡ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. ഇതെല്ലാം ഫോർട്ടിഫൈഡാണ്. അപ്പം നമ്മൾ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എത്രമാത്രം വൈറ്റമിൻ ഡി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം എടുക്കാൻ. ഫോർ എക്സാമ്പിൾ, ഫോർട്ടിഫൈഡ് മിൽക്കിനകത്ത് 250 ml, അതായത് ഒരു കപ്പ് ഫോർട്ടിഫൈഡ് മിൽക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 100 ഇന്റർനാഷണൽ യൂണിറ്റ്സേ ഉള്ളൂ. പക്ഷെ പ്രായമായ ഒരു അഡൾട്ടിന് വേണ്ടത് 800 മുതൽ 1000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ആരും എത്ര പറഞ്ഞ ഇപ്പൊ ഒരു ഗ്ലാസ് അകത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ എക്സ്ട്രാ ഷുഗറും അങ്ങനത്തെ വേറെ കുറെ വേണ്ടാത്ത സാധനം ചെല്ലുന്നില്ലേ അതില്? ചെല്ലുന്നുണ്ട്, തീർച്ചയായിട്ടും ചെല്ലുന്നുണ്ട്. അപ്പൊ ഒരു കപ്പ് പാല് കൊണ്ട് നമുക്ക് ആകെ കിട്ടുന്നത് 10% വേണ്ടതിൽ കുറവാണ്. 1000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് ആവറേജ്. നമുക്ക് ഒരു കപ്പ്, അതായത് 250 ml പാലിനകത്ത് ഫോർട്ടിഫൈഡ് മിൽക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 100 ഇന്റർനാഷണൽ യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഫോർട്ടിഫൈഡ് മിൽക്ക് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവര് വൈറ്റമിൻ ഡി ആഡ് ചെയ്യും അതിനകത്ത്, ആ മിൽക്കിനകത്ത് വൈറ്റമിൻ ഡി ആഡ് ചെയ്യും. ഇപ്പൊ കുട്ടികൾക്കുള്ള ഇൻഫന്റ് ഫോർമുലയിലും ഒക്കെ അതുണ്ട്. നമ്മൾ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അത് തിരഞ്ഞെടുക്കുക. ഞാനും ഈ കാനഡയിൽ ആദ്യമായിട്ട് വരുമ്പോൾ എന്റെ ഫാമിലി ഡോക്ടർ ആദ്യമായിട്ട് വഴക്ക് പറഞ്ഞത് ഇതിനാണ്. ഞാൻ ഉറക്കം കുറവാണ്, മസിലിനൊക്കെ വേദനയാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, വൈറ്റമിൻ ഡി എടുത്ത് തുടങ്ങിയോ? അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് 2 മാസം ഏതാണ്ടായി വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു വൈറ്റമിൻ ഡി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞല്ലോ ഇവിടെ പാലിലും മറ്റ് സാധനങ്ങളിലും ഒക്കെ ഫോർട്ടിഫൈഡ് ആയിട്ട് വൈറ്റമിൻ ഡി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഉടനെ അവരെന്നോട് ചോദിച്ചു, ലീന ഒരു ഫാർമസിസ്റ്റ് തന്നെയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് നന്നായിട്ട് ചീത്ത പറഞ്ഞു. അപ്പൊ ഞാനും ഈ കൺസെപ്റ്റും കൊണ്ടാണ് നാട്ടിൽ നിന്ന് വരുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇതേപോലെ തന്നെ ഞാൻ ഡോക്ടർ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. കാരണം ബ്ലഡ് വർക്ക് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ഒട്ടുമില്ല. കാരണം ഞാൻ ഇവിടെ വരുമ്പോൾ ഏകദേശം 42 ഇയേഴ്സ് ആയി. അപ്പൊ 42 വർഷമായിട്ട് നമ്മൾ വൈറ്റമിൻ ഡി കഴിച്ചിട്ടില്ല. നമ്മൾ ഈ സൂര്യപ്രകാശത്ത് നിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അത്രയും ലെവല് കുറഞ്ഞു. കേരളത്തിലുള്ളവർക്ക് സൂര്യപ്രകാശത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? നമ്മൾ കേരളത്തിൽ ആരും വൈറ്റമിൻ ഡി കഴിക്കാറില്ലല്ലോ. വളരെ രോഗാവസ്ഥയിൽ എത്തുമ്പോഴല്ലേ കഴിക്കുന്നത്. അപ്പോഴോ ഇല്ല? ഇപ്പോ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ വൈറ്റമിൻ ഡിയുടെ റീൽ ഇട്ട് തുടങ്ങിയ പിന്നെ എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് വന്നിട്ടുണ്ട്. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇത് ആദ്യമായിട്ട് എന്നെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് എന്നെ വിളിക്കുന്നത്, മസിലിന് വേദനയാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ തീരെ വൈറ്റമിൻ ഡി ഇല്ലാഞ്ഞിട്ട് 50,000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഒരാഴ്ച വീതം 4 ആഴ്ച എടുത്തിട്ട് രണ്ടാമതൊന്നും കൂടി ബ്ലഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ 50,000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് വൈറ്റമിൻ ഡി എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ആള് പേടിച്ചു പോയി. അപ്പൊ അങ്ങനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അത് പിന്നെ പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു ബൂസ്റ്റർ ഡോസ് എന്നുള്ള നിലയ്ക്കാണ് ഈ 50,000 യൂണിറ്റ്സ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാർക്ക് പേടിയാവും. അപ്പൊ ആ ബൂസ്റ്റർ ഡോസ് കൊടുത്ത് നമുക്കൊരു മിനിമം റിക്വയർമെന്റിൽ നമ്മുടെ ബ്ലഡിൽ ആക്കി കഴിയുമ്പോൾ പിന്നെ ഡോക്ടർ പറയും, ഇനി ഡെയിലി റെക്കമെൻഡഡ് ഡോസായ 800 മുതൽ 1000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് എടുത്താൽ മതി എന്ന് പറയും. അപ്പൊ നമുക്ക് അടിക്കടി രോഗാണുബാധ വരും, നമ്മുടെ ഉറക്കം കുറയും, ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യും, പിന്നെ എന്താ പറയുക, നമ്മുടെ ബോണിനും മസിലിനും ഒക്കെ വേദന കൊടുക്കും. പിന്നെ വൈറ്റമിൻ ഡിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെ ബോണിലേക്ക്, അതായത് നമ്മുടെ ബ്ലഡിലേക്ക് ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ മുട്ടയോ പാലോ കഴിച്ചാൽ ഈ കാൽഷ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിന് വൈറ്റമിൻ ഡിയുടെ സഹായത്തോടെ മാത്രമേ ബ്ലഡിലേക്ക്, നമ്മൾ ഈ പാലം കിടക്കാനുള്ള ഒരു കൂട്ടുകാരനാണ് ഈ വൈറ്റമിൻ ഡി. ഇങ്ങനെ കാൽഷ്യം പിടിച്ചോണ്ടാ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ, വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ, കാൽഷ്യം നമ്മൾ എത്ര മുട്ടയോ പാലോ കഴിച്ചാലും കാൽഷ്യം അബ്സോർബ് ചെയ്യപ്പെടില്ല ബ്ലഡിലേക്ക്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയം മുതൽ എല്ലാ മസിലുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ ആവശ്യമുണ്ട്. ഹൃദയത്തിന് ഇടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ശരീരത്തിൽ
വൈറ്റമിൻ ഡി ഇല്ല, ഇല്ലാത്തത് കൊണ്ട് തന്നെ കാൽഷ്യം ഇല്ല. അങ്ങനെ കാൽഷ്യം ഇല്ലാതെ വരുമ്പോൾ ശരീരം എന്ത് ചെയ്യും? അവർക്ക് ശരീരത്തിന് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട്. അവർ ബോണിൽ പോയിട്ട് ഈ കാൽഷ്യത്തെ അവിടുന്ന് റീസോർബ് ചെയ്യും എന്ന് പറയും. അവിടുന്ന് ആവശ്യത്തിന് വേണ്ട കാൽഷ്യം എടുക്കും. അങ്ങനെ നമ്മുടെ ബോണ് എപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് വീണാൽ പോലും പൊട്ടാൻ പാകത്തിന് റെഡിയാവും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മെനോപോസ് പ്രീ മെനോപോസ് ആയിരിക്കുന്ന സമയത്തും മെനോപോസ് കഴിയുന്ന സമയത്തും നമ്മൾ കേട്ടില്ലേ, നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ ബാത്റൂമിൽ ചെറുതായിട്ടൊന്ന് വീണേ ഉള്ളൂ, പക്ഷെ എല്ല് പൊട്ടി. പിന്നെ ഇവിടെ ഞാൻ കാണുന്ന പല പ്രിസ്ക്രിപ്ഷനിലും ഹിപ്പ് റീപ്ലേസ്മെന്റ്, നമ്മുടെ ഊരയ്ക്കുള്ള ബോൺ റീപ്ലേസ്മെന്റ് ഉണ്ട്, നീ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇതെല്ലാം വരുന്നത് ഈ എല്ലിൽ നിന്ന് നമ്മുടെ കാൽഷ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ തിരിച്ച് റീസോർബ് ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് ആദ്യമേ തന്നെ ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അത് കഴിഞ്ഞത് ഓസ്റ്റിയോപൊറോസിസ് ആയിരിക്കും. എല്ലിലൊക്കെ ഇങ്ങനെ തുള വീഴുന്നത് പോലെ നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും. ആ ഓസ്റ്റിയോപോറോസിസ് പോയിട്ടാണ് ബോൺ ഡെൻസിറ്റി വല്ലാതെ കുറഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിയാലോ മുട്ടിയാലോ നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഒടിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. പ്രായമായവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വൈറ്റമിൻ ഡി ഇത്രയും പ്രധാനപ്പെട്ടതാണോ? ഭയങ്കര നമ്മള് അതെ. വൈറ്റമിൻ ബിയെ കുറിച്ചും അതുപോലെ ഡിയെ കുറിച്ച് പറഞ്ഞ പോലത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആളുകൾ പറയാറുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾക്ക് ഒരാഴ്ച കൊണ്ട് ഇത്ര എടുക്കണം, ഒരു ക്വാണ്ടിറ്റി എമൗണ്ട്. അതുപോലെ വൈറ്റമിൻ ബിയും അതുപോലെ എടുക്കാനൊക്കെ ചില ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ പറയാറുണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഒക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് B12 അങ്ങനെ എന്തൊക്കെയോ. വൈറ്റമിൻ ബിയും അതുപോലെ പ്രധാനപ്പെട്ടതാണോ? വൈറ്റമിൻ ബി സാധാരണ നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടാണ്, ഏതർ വൈറ്റമിൻ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വൈറ്റമിൻ ബീസ് നമുക്ക് നമ്മുടെ മൾട്ടി വൈറ്റമിൻസിൽ തന്നെ കാണാൻ പറ്റും. അതിൽ വരുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്യുവർലി വീഗൻസ് എന്ന് നമ്മൾ പറയില്ലേ, വീഗൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും വൈറ്റമിൻ B12 ഒട്ടും കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റെഡ് മീറ്റ്, അതുപോലെ ഫിഷുകൾ, സീ ഫുഡ്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ B12 കിട്ടുന്നത്. അപ്പം കംപ്ലീറ്റ്ലി വീഗൻ ആയിട്ടുള്ള ആൾക്കാർക്കും ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് നമ്മൾ പിന്നെ എന്താ പറയാ, ഇറച്ചി, മീൻ അതൊക്കെ ഉപേക്ഷിച്ചാൽ അവർക്ക് വൈറ്റമിൻ B12 പ്രത്യേകിച്ചായിട്ട് ഉണ്ടാവില്ല. വൈറ്റമിൻ B12 കുറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അനീമിയ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഇപ്പൊ ഞാൻ ഓർക്കുന്നു, എന്നെ ഒരുപാട് പണ്ട് ഞാൻ ഫേസ്ബുക്ക് തുടങ്ങി ഇതിനെപ്പറ്റിയൊക്കെ എഴുതി തുടങ്ങിയ കാലത്ത് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹസ്ബൻഡിന് വെളിച്ചത്തിലേക്ക് നോക്കാൻ ഭയങ്കര പേടിയാ, ഭയങ്കരമായിട്ട് ഒരു തരം സൈക്കോസിസ് പോലെ, എല്ലാത്തിനും പേടി, എല്ലാത്തിനും ആൻസൈറ്റി, വെളിച്ചം പറ്റൂല, മുറിക്കകത്ത് ലൈറ്റൊക്കെ കെടുത്തിയിട്ടിരിക്കുന്നു. അവര് ശരിക്കും പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ പേടിച്ചു പോയി. അങ്ങനെ പോയ സമയത്താണ് അവർ അഡ്മിറ്റ് ചെയ്തു. ബ്ലഡ് ചെക്കിൽ വൈറ്റമിൻ B12 കുറവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും അറിയാം, ഒരു സസ്യാഹാരം മാത്രം കഴിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ വർഷങ്ങളോളം നമ്മൾ ഒരിക്കലും ഇത് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ B12 എങ്ങനെയാ സിംറ്റംസ് എങ്ങനെയാ ആളുകൾ തിരിച്ചറിയപ്പോ? വൈറ്റമിൻ ഡിയുടെ ക്ഷീണമായിരിക്കും. ക്ഷീണം ക്ഷീണമായിരിക്കും പൊതുവെ പറയുന്നത്. ഉറക്കക്കുറവുണ്ടാവും, നമുക്ക് പിന്നെ ഒരു എനർജി കുറവുണ്ടാകും. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർക്കും ഡോക്ടർ വൈറ്റമിൻ B12 ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. വിഗറസ് ആയിട്ട് 2 3 ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ കാനഡയിൽ. നമ്മൾ വിചാരിക്കും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ സുഖം. അങ്ങനെയല്ല, 2 3 ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 4 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അവരെ ഒരുപാട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ചിലര് മാസത്തിലൊരിക്കൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതായിട്ട് കാണാറുണ്ട് ഡോക്ടർ. പക്ഷെ ഇതെല്ലാം ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ അത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയില്ല നമ്മുടെ ബ്ലഡിൽ എന്താ കുറവെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ വളരെ സിവിയർ ആയിട്ടുള്ള സ്ഥിതിയിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ കഴിക്കുന്നതാണ് നല്ലത്. ദിവസത്തിൽ ഒരു മൾട്ടി വൈറ്റമിൻ എന്നുള്ളത് അത് നോർമലാണ്. അത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഫാർമസിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് പോയിന്റ് ഉണ്ട് മൾട്ടി വൈറ്റമിന്റെ കാര്യത്തിലും വൈറ്റമിൻ ഡിയുടെ കാര്യത്തിലും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇത് നമ്മൾ ലേറ്റ് അവേഴ്സ്, അതായത് ഉറങ്ങുന്നതിന് മുമ്പ് അത്താഴത്തിന്റെ കൂടെ ആ സമയത്തൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഇതിൽ അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. കാര്യം പേഷ്യൻസിനെ കൗൺസിൽ ചെയ്യുമെങ്കിലും ഞാൻ അതിൽ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറക്കാതിരിക്കാൻ വേണ്ടി ഈ മൾട്ടി വൈറ്റമിനും വൈറ്റമിൻ ഡിയും ചെറിയ ബോട്ടിലാക്കിയിട്ട് എൻ്റെ ലഞ്ച് ബോക്സിൽ വെക്കും. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമല്ലോ, ആ ഫുഡിന്റെ കൂടെ ഞാനത് റെഗുലർ ആയിട്ട് ഓർത്ത് കഴിക്കും. ഇനി അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്.
ഉം, അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ സിയോ ബിയോ കഴിക്കുന്ന പോലെ പച്ചവെള്ളത്തിന്റെ കൂടെ അല്ല കഴിക്കേണ്ടത്. ഉം, എന്തെങ്കിലും ഒരു ചെറിയ ഫാറ്റി ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടിയോ ഉം, അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ ഉം, അല്ലെങ്കിൽ ഇച്ചിരി കൊഴുപ്പടങ്ങിയ എന്തെങ്കിലും ഒരു ഭക്ഷണം കാണുമല്ലോ, അപ്പൊ അതിന്റെ കൂടെ കഴിച്ചാലാണ് ഇതിന്റെ ശരിയായ രീതിയിലുള്ള അബ്സോർപ്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിന്റെ പ്രത്യേകത. ഉം, വൈറ്റമിൻ A, D, E, K ഇത്രയും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അപ്പൊ നമ്മൾ മൾട്ടി വൈറ്റമിനും കഴിക്കുന്നുണ്ടെങ്കിൽ ഉം, ഉച്ചത്തെ ഫുഡിന്റെ കൂടെ എന്തെങ്കിലും കൊഴുപ്പടങ്ങിയ കാര്യം കഴിക്കുമ്പോൾ അതങ്ങ് കഴിച്ചു കഴിഞ്ഞാലാണ് നന്നായിട്ട് അബ്സോർബ് ചെയ്യുക. ഉം, അത് കൂടാതെ വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മളുടെ ഉറക്കം പലപ്പോഴും, പ്രത്യേകിച്ച് നമ്മളുടെ സ്ത്രീകളുടെ മെനോപോസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നാമത്തെ ഉറങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ ഈ മൾട്ടി വൈറ്റമിനും വൈറ്റമിൻ ഡിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ രാവിലെ കഴിക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുക. ഇതും ഒരു കൗൺസിലിംഗ് പോയിന്റ് ആണ്. ഉം. പിന്നെ എന്തൊക്കെയാ മറ്റെന്തൊക്കെയാ പറയാ, മറ്റു കാര്യങ്ങൾ ഇത് എന്തൊക്കെയാ പറയാ, വൈറ്റമിൻ ജനറലി ആളുകൾക്ക് എന്തൊക്കെയാണ് മരുന്നിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക? ആ ജനറലി എന്ന് വെച്ചപ്പോൾ വൈറ്റമിൻ B12 നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഉം, നമ്മൾ മെറ്റ്ഫോർമിൻ ഒരുപാട് കാലം, മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ആന്റി ഡയബറ്റിക് മെഡിസിൻ ഉം, ഒരുപാട് വർഷങ്ങളോളം തുടർച്ചയായിട്ട് കഴിക്കുന്നവർക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരും. ഉം, അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ 3, 4, 5 വർഷത്തേക്കൊന്നും വരില്ല. ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതലായോ, അതായത് 2500 മില്ലിഗ്രാമിൽ ഡെയിലി ഡോസ് കൂടുതലായിട്ടോ, ഉം, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3, 4, 5 വർഷം തുടർച്ചയായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരും. അത് അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് തന്നെയാണ്. ഉം, അപ്പൊ അതുകൊണ്ട് ഈ മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ആന്റി ഡയബറ്റിക് മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അവര് വൈറ്റമിൻ B12 ഡോക്ടറെ ഒന്ന് കണ്ടതിന് ശേഷം കുറവുള്ളത് എത്രയാന്ന് വെച്ചാൽ അത് പരിഹരിക്കാൻ പാകത്തിനോ അല്ലെങ്കിൽ ഡെയിലി റെക്കമെൻഡഡ് ഡോസ് ആയിട്ട് വൈറ്റമിൻ B12 തീർച്ചയായിട്ടും കഴിക്കണം. ഉം. കേരളത്തിൽ നമ്മളൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് എനിക്ക് കുറച്ച് വൈറ്റമിൻസ് വേണമെന്ന് പറഞ്ഞാൽ അവര് സീരിയസ് ആയി എടുക്കുമോ, അതോ നമ്മളെ കളിയാക്കുമോ? ഡോക്ടേഴ്സിന് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം അവര് പഠിക്കുന്നതും അവരുടെ ഒരു പേഴ്സണൽ ചോയ്സും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിന് ഇതിനെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടാവുകയും അവരിതിനെപ്പറ്റി അവർക്ക് ബോധം ഉണ്ടായിരിക്കേണ്ടതും, വൈറ്റമിൻ D അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിനെ സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ടതുമാണ്. ഉം. ലീന അതുപോലെ നിരന്തരം സംസാരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെ ഹോർമോൺ വിഷയങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വൈറ്റമിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ വിശദമായി പറയാറുണ്ട്. അതുകൂടെ ഒന്ന് പറയുകയാണെങ്കിൽ കുറെ ആളുകൾക്ക് ചിലപ്പോൾ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് തൈറോയിഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അത് ഞാൻ മരുന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു 2 വർഷം മുന്നേ എനിക്ക് മെനോപോസ് ആയി. അത് കഴിഞ്ഞപ്പോൾ ഹോട്ട് ഫ്ലഷ്, സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ ഹോട്ട് ഫ്ലഷ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. രാത്രി ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കും, പിന്നെ തിരിച്ച് ഉറക്കത്തിലേക്ക് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കൂടാതെ എനിക്ക് എൻ്റെ ശരീരത്തിൽ നമ്മൾ ഫൈബ്രോമയാൾജിയ എന്ന് പറയും. ഉം, ഫുൾ ബോഡിയിൽ മസിലിൽ ഭയങ്കര പെയിനാണ്. 24 മണിക്കൂറും ഈ പെയിൻ കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. കാരണം ഞാൻ ഒരു സമയത്ത് മുടി ഫുള്ള് ബോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു ബാൻഡ് ഇട്ടിട്ട് എൻ്റെ മുടി കെട്ടാനോ ഒരു സ്ലൈഡ് കുത്തി വെക്കാനോ ഒന്നും പറ്റില്ല. കാരണം ഓരോ മുടിയുടെ റൂട്ടിനും എനിക്ക് വേദനയായിരുന്നു. ഉം, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഫുൾ ടൈം നമുക്ക് ബോഡി പെയിൻ ആണ്. പിന്നെ നമ്മൾ സ്ത്രീകൾ എപ്പോഴും പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് നടുവേദന. പിന്നെ നമ്മൾക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കൈയിട്ടൊക്കെ ഇളക്കി മറിച്ചിട്ട് കൈക്ക് വേദന ഉണ്ടാവും. ഉം, പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഡോക്ടേഴ്സ് പോലും നമ്മളിത് പറയുമ്പോൾ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അതെല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു യൂട്രസിൽ ഒരു ചെറിയ കാൽസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് പോയി. ഉം, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്കക്കുറവിന്റെ കാര്യം പറഞ്ഞു, ഫുൾ ബോഡി പെയിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആ സ്പെഷ്യൽ ഡോക്ടർ ആയിരുന്നത് കൊണ്ടായിരിക്കണം അവരും ഒരു നഴ്സ് പ്രാക്ടീഷണറും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, മെനോപോസ് ആയ സ്ഥിതിക്ക് നമുക്ക് സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടും ഈ 2 ഹോർമോണുകളും ശരീരത്തിലില്ല. ഉം, അപ്പൊ ഇവിടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു, ഇവിടെ സാധാരണ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി സാധാരണമാണ്. അതുപോലെ തന്നെ എനിക്ക് മറ്റു സ്ത്രീകളെ പോലെ മറ്റു സിംറ്റംസ് ഒക്കെ ഉണ്ട്. എനിക്ക് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റില്ല,
മൂത്രം നമ്മുടെ കൺട്രോൾ ഇല്ലാതെ പോകും. അതിന് ഞാൻ കെഗൽ എക്സസൈസ് എന്ന് പറയുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ വരുത്തില്ല. പിന്നെ ഞാനൊരു 30 വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരുന്നിരിക്കണം എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരുമാതിരി അങ്ങനത്തെ കൺട്രോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചുമയ്ക്കുമ്പോൾ പല സ്ത്രീകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചുമയ്ക്കുമ്പോൾ മൂത്രം ലീക്ക് ആവുക. ഇങ്ങനത്തെ സാധാരണ സ്ത്രീകളെ പോലെ ഈ സിംറ്റംസ് ഒന്നും കൂടാതെ വേറെ ലക്ഷണങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും വളരെ ലോ ആണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, സമ്മതമാണോ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി തുടങ്ങാനെന്ന് ചോദിച്ചു. എനിക്ക് ഇതിന്റെ പുറമെ ഒരു കാര്യം കൂടി ഉണ്ടായത്, 3 മാസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. ഉറങ്ങിന്ന് വെച്ചാൽ ഞാൻ രാത്രി ഫുൾ എഴുന്നേറ്റിരിക്കുകയാണ്. ഒരു തരി പോലും ഞാൻ ഉറങ്ങുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, കാരണം ഞാനൊരു ഫാർമസിസ്റ്റ് ആണ്, എനിക്ക് ഒരു കടുകിട പോലും എൻ്റെ ശ്രദ്ധ തെറ്റാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എൻ്റെ അത്രയും ശ്രദ്ധ വേണ്ട ജോലിയിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 3 മാസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ശരി എന്നാൽ നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം, മിനിമം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഈ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ ഒരു ജെല്ല് തന്നാൽ മതി എന്ന് പറഞ്ഞു. സ്കിന്നിന് പുറമെ പറ്റുന്ന ജെല്ല്. പിന്നെ പ്രൊജസ്ട്രോൺ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. വായിൽ കൂടി കഴിക്കുന്ന ക്യാപ്സുലായിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അന്ന് നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു ഹോട്ട് ഫ്ലഷും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇവൻച്വലി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന്റെ വേദനകളെല്ലാം പോയി. ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് ആയ പോലെ എനിക്ക് തോന്നി. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കത്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലൊക്കെ റീൽ ഇടുമ്പോൾ എൻ്റെ ആദ്യത്തെ റീലുകൾ തന്നെ ഇതിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന്റെ താഴെയൊക്കെ ആൾക്കാർ വന്നിട്ട്, നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ, അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ മേലാത്ത പോലെ കുറേ കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ എനിക്ക് അവര് പറയുന്നത്? അവര് പറയുന്ന, അവർക്ക് ഒന്നാമത്തെ ചില ആൾക്കാർക്ക് നമ്മൾ ഈ സ്കിന്നിന്റെ പുറമെ ട്രാൻസ്ഡെർമൽ ജെല്ല് എന്ന് പറയുന്ന ജെല്ല് പുരട്ടുമ്പോൾ ഇതെങ്ങനെയാണ് ശരീരത്തിലേക്ക് പോയിട്ട് അതിന്റെ എന്ന് വെച്ചാൽ അതിന്റെ ഗുണം ഉണ്ടാകുന്നതെന്ന് അവർക്ക് പലർക്കും അറിയില്ല. അപ്പൊ അതിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു കമന്റ് ഞാൻ കണ്ടത്, ഓ ഇത് സ്കിന്നിന്റെ പുറമെ പുരട്ടിയാൽ പോവുമെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം അകത്തോട്ട് കയറി പോവണ്ടേ. അങ്ങനെ അതൊരു ഫണ്ണി ക്വസ്റ്റൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അപ്പോ ട്രാൻസ്ഡെർമൽ ഓയിന്റ്മെന്റുകളിലൊന്നും അവര് വിശ്വസിക്കുന്നില്ലേ? എനിക്കറിയില്ല അവരെന്താ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല. അവർക്കിത് ഭയങ്കര ഇതായിട്ട് തോന്നി. അപ്പം പണ്ടെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഫണ്ണി ആയിട്ട് എനിക്ക് പറയാൻ തോന്നിയിരുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ, പണ്ട് ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഇന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്, ട്രാൻസ്ഡെർമൽ ജെൽ എന്താന്ന് കാണിക്കുന്നുണ്ട്, ഞാൻ ശരീരത്തിൽ തൂത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഈ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയുന്ന ആൾക്കാരാണല്ലോ. അവർക്ക് പോയിട്ട് ഹൗ ഡസ് ദിസ് ഗൂഗിൾ ചെയ്ത് നോക്കാം. ട്രാൻസ്ഡെർമൽ ജെൽ വർക്ക്സ് എന്ന് കണ്ടിട്ട് അതിന്റെ താഴെ ഒരു കമന്റ് ഇടാം അല്ലേ. അപ്പൊ ഞാൻ ചിലപ്പോൾ വിചാരിക്കും, അത്ര പോലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോ ഒന്നും ഇല്ലാത്ത ആളുകളുടെ ഇടയ്ക്ക് നിന്നാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്, ഈ റീൽ ഇടുന്നതും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് തോന്നാറുണ്ട് ഇത്. അപ്പോ എന്ന് വെച്ചാൽ ഞാൻ അത് പിന്നെ ഒരുപാട് സ്ത്രീകള്, ഈവൻ എനിക്കൊരു ഫിസിയോതെറാപ്പി ഫ്രണ്ട് ഉണ്ട് ഇവിടെ ലണ്ടനിൽ തന്നെ. അവര് പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂറും ശരീരത്തിൽ ബോഡി പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പിക്ക് വരുന്ന പ്രായമായ സ്ത്രീകളുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാനൊരു മെസ്സഞ്ചർ പോലെ ഇപ്പൊ പറഞ്ഞു നടക്കുകയാണ്. ശരിയായ പ്രശ്നം നമ്മളൊരു 40-45+ കഴിയുമ്പോൾ ഈസ്ട്രജന്റെ ലെവൽ കുറഞ്ഞു പോവുക. ഈസ്ട്രജന്റെ ലെവൽ കുറഞ്ഞു പോയാൽ അത് ശരീരം ഫുള്ള് അത് നീർവീക്കം ഉണ്ടാക്കുന്ന, അതായത് മസിലിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. അതിന് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ, ഇനിയിപ്പം ഉറക്കം കിട്ടാൻ, ഞാൻ ആ സമയത്ത് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി, ഫേസ്ബുക്കിൽ ഡാൻസ് ഒക്കെ കളിച്ചിടാൻ തുടങ്ങി. അതായത് ഞാൻ വിചാരിക്കുന്നത് ഹോർമോണുകളൊക്കെ കുറവാണ്, അപ്പൊ എനിക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള എൻ്റെ മീ ടൈം നന്നായിട്ട് ഉപയോഗിച്ചാൽ ഉറക്കം കിട്ടുന്ന വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇതൊന്നും നമ്മളെ സഹായിക്കില്ല. നമുക്ക് ഒരു മെനോപോസ് കഴിയുന്ന സമയത്ത് ഉറക്കം കിട്ടണമെങ്കിലും നമ്മൾ ഹോട്ട് ഫ്ലഷ് ഇല്ലാതെ എഴുന്നേക്കണമെങ്കിലും നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ശരിയായിരിക്കും, അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. കാരണം അവർ പറയുന്നുണ്ട്, എന്താ പറയാ, ഈവൻ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരുപക്ഷെ അങ്ങേയറ്റം ഹാർട്ട് അറ്റാക്കിൽ ചെന്ന് നിന്നേക്കാം. പക്ഷെ ഞാനിപ്പോൾ 2 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് അതേ ഡോസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റി ലൈഫ് ഉണ്ടാവും. ഇനി 5 വർഷം കഴിയുമ്പോഴല്ലേ അപ്പൊ നമുക്ക് എന്താ പറഞ്ഞതെന്ന് അപ്പം നോക്കാം. പക്ഷെ എനിക്ക് ഈ 5 വർഷം എനിക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവണം. അതാണ് എൻ്റെ ലൈഫിന്റെ തിയറി. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിലാണ്.
ഇപ്പൊ ലീനയെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ വൈറ്റമിൻ ഡി, അല്ലെങ്കിൽ ഇപ്പൊ തൈറോയിഡിനെ കുറിച്ച് പറഞ്ഞു, മെനോപോസിനെ കുറിച്ച് പറഞ്ഞു, ഹോർമോണൽ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത്തരം സ്ത്രീകളോട് അവരെങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നി അവരെന്താണ് ചെയ്യേണ്ടത്? ഏത് രീതിയിലേക്കാണ് ഈ രീതി ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക്, കാനഡയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? എവിടെയാ അവർ ആദ്യം പോണ്ടത്? അവര് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ പോയി തന്നെ കാണണം. ഡോക്ടറെ പോയി കണ്ടിട്ട് അവർ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം ഒരു തൈറോയിഡ്, ഡയബറ്റിസ്, ഉം. വൈറ്റമിൻ ഡി, ഉം. അതുപോലെ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തൈറോയ്ഡ് ഹോർമോൺസ്, നമ്മുടെ ഫീമെയിൽ ഹോർമോൺസ്, ഇതിൻ്റെയൊക്കെ ഒരു ബ്ലഡ് വർക്ക് നടത്തിയിട്ട് അത് ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കാം. ഉം. എന്നിട്ട് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ മിക്കവാറും സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കില്ല. അവർക്ക് ഒരു എന്താ പറഞ്ഞ, എനിക്ക് ഈ ബോഡി ഫുള്ള് വേദനയുള്ള സമയത്ത് ഫുള്ളി ഇറിറ്റേറ്റഡാ. നമ്മുടെ കുടുംബത്തിന്റെ മൊത്തം സമാധാനം സമാധാനം. കൊണ്ട് പോണത് അല്ലേ. നമ്മൾ എന്തെങ്കിലും പിള്ളേർ ഇച്ചിരി ഉറക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ പാത്രങ്ങൾ കുത്തിക്കുഴഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ. ഇതൊക്കെ വരുന്നത് നമുക്ക് നമ്മളുടെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ ഇതിന്റെ കൂടാതെ നമ്മുടെ ജോലി, നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പണ്ടൊരു സിനിമ പറയില്ലേ, എന്നെ കെട്ടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അതുപോലെയാണ്, നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ കുടുംബം മൊത്തം അപ്ലിഫ്റ്റഡ് ആവും. ആ കുടുംബത്തിന് മൊത്തമാണ് നമുക്ക് സമാധാനമുള്ളത്. ശരിയായിരിക്കാം, പലരുടെയും ഹസ്ബൻഡ്സ് അങ്ങനെ സപ്പോർട്ടിങ് ഒന്നും ആയിരിക്കത്തില്ല. ചിലരുടെ അതേതല്ല എന്നുള്ളതാ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്നും ഒരു സീരിയസ് വിഷയമായിട്ട് കാണുന്നില്ല. ഇപ്പൊ കാലുവേദന, അല്ലെങ്കിൽ വയറുവേദന, നടുവേദന, ഇതൊക്കെ ഉണ്ടാവും. പ്രായമായി വരികയല്ലേ, അല്ലെങ്കിൽ കുറെ ജോലിയുള്ളതല്ലേ, പിള്ളേരായില്ലേ രണ്ട്, അപ്പൊ പിന്നെ അങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടെന്ന് ആളുകൾ ചിന്തിക്കാത്തതാണ് പ്രശ്നം. അത് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ എനിക്ക് കുറേ നാളുകളായിട്ട് നടുവേദനയില്ല. ഞാനിപ്പോഴും യോഗ ചെയ്യുന്നുണ്ട്, ഞാൻ എക്സസൈസ്. പിന്നെ വേറൊരു കാര്യം, എക്സസൈസിന് സമയം കണ്ടെത്തുക എന്ന് പറയാം. എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരുടെ അടുത്തും ഞാൻ എക്സസൈസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അടുക്കളയിൽ ഇഷ്ടം പോലെ ജോലി ചെയ്യുന്നുണ്ട്, കിലോമീറ്ററുകൾ ഞാൻ നടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് അവർ പറയുന്ന കാര്യം. പക്ഷെ നമ്മൾ ഒരു അരമണിക്കൂർ 40 മിനിറ്റ് എങ്കിലും നമ്മൾ ഒരു ദിവസം എക്സസൈസ് ചെയ്യാൻ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ആ ഓഫ് ലൈഫ്. വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അപ്പൊ നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നതും ഒരു പ്രോപ്പർ ആയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നതിലുള്ള വ്യത്യാസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? എക്സസൈസ് നമുക്ക് എനിക്ക് വന്നിട്ടുള്ള മാറ്റം, ഞാനിപ്പം സൂംബ ഡാൻസിന് വേണ്ടി പോവും, യോഗയുണ്ട്, പിന്നെ നടപ്പ് ചില സമയത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, നമ്മുടെ പ്ലഷർ ഹോർമോൺസ് എല്ലാം അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും. ഉം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് 40 മിനിറ്റും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു ജോലിയിൽ നമ്മുടെ മൂഡും നമ്മുടെ ഡെഡിക്കേഷനും ഉം. അതുപോലെ എല്ലാം നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ആ ജോലികൾ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരോട് നന്നായിട്ട് ഇടപെടാൻ പറ്റും. ഇപ്പൊ എൻ്റെ കമ്പനിയിൽ എല്ലാവരും എന്നോട് ചോദിക്കും, ലീന എങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കും. അതൊക്കെ എനിക്ക് തോന്നുന്നു, രാവിലെ ഞാൻ യോഗ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ എല്ലാ പ്രഷർ ഹോർമോൺസും, ഡോപ്പമിൻ ഉൾപ്പെടുന്ന എല്ലാ പ്രഷർ ഹോർമോൺസും നമുക്ക് കിട്ടും. നമുക്ക് എന്തോ ഒരു അകാരണമായ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ അടുക്കളയിൽ കൂടി 1 കിലോമീറ്റർ നടന്നാലോ അല്ലെങ്കിൽ ജോലി ചെയ്താലോ അത് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് നന്നായിട്ട് വന്ന് ഉം. അതൊരു എക്സസൈസ്, ഈ ഹോർമോൺസ് എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉം. ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഉണ്ടാവണം. ഉം. അപ്പൊ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഏജ് ഗ്രേസ്ഫുള്ളി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും, എസ്പെഷ്യലി നമ്മളൊരു മെനോപോസ് സമയത്തോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 40 വയസ്സെങ്കിലും ആകുമ്പോൾ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരു എക്സസൈസിനെ പറ്റി ബോധം ഉണ്ടാകുകയും, ഒന്നാമത്തെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മൾ ശരിയാ അടുക്കളയിൽ ഒരുപാട് പണികൾ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ പുറമെ പ്രോപ്പറായിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒരു എക്സസൈസ് മോഡിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രണയിക്കുമ്പോ ഒക്കെ ഹാപ്പി ഹോർമോൺസ് ഭയങ്കര കൂടി ആളുകൾ ഹാപ്പി ആവുന്നുണ്ട്. അതുപോലെ ഇപ്പൊ എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു. വേറെ എന്ത് തരത്തിലാണ്, വേറെ എന്തെങ്കിലും വഴികളുണ്ടോ ഹാപ്പി ഹോർമോൺസ് കൂടാൻ? വേറെ ഇതുപോലെ എന്തെങ്കിലും വഴികൾ പ്ലഷർ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ മീ ഒരുപാട് ടൈം അല്ലെ? എല്ലാ സ്ത്രീകളും ഒരു ഒരുപാട് 10-20 മിനിറ്റ് അടുക്കളയിൽ തന്നെ ഞാനൊക്കെ പണ്ട് തൊട്ട് റേഡിയോ വെച്ച് അതിങ്ങനെ കേൾക്കുന്ന ഒരു ഇതിലാണ്. അപ്പോൾ അടുക്കളയിൽ തന്നെ നമുക്ക് മ്യൂസിക് വെക്കാം. ഇപ്പൊ ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഐപാഡ് ഉണ്ട്, നമ്മളവിടെ
മ്യൂസിക് വെച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അത് നമ്മൾ പല സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും. നമുക്ക് ഇപ്പം എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നതുകൊണ്ട് ഒരുപാട് അമ്മമാര് ഡാൻസ് അതെ കളിക്കാനും അതെ അവർക്ക് അതെ. ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അതൊക്കെയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തന്നെ സൊസൈറ്റിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മുടെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ്. ഒരാൾ വന്ന് ലൈക്ക് ചെയ്യണോ അല്ലെങ്കിൽ നമ്മളോട് നല്ല കാര്യം പറയുന്നു, അതൊക്കെ ഈ കാനഡയിൽ വന്നപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. ഒരാൾ നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ് അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കും അവർക്കും സന്തോഷമാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് ഒരാളോട് നല്ലതാണെന്ന് പറയാൻ തോന്നണമെങ്കിൽ തന്നെ നമ്മൾ നന്നായിരിക്കണം, ഉം. നമുക്ക് നല്ല ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഇവിടെ നമ്മൾ പറയുന്ന കൗൺസിലിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ ആയിട്ടോ ആൻസൈറ്റി ആയിട്ടോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരോട് നമ്മൾ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ പലരും വോളണ്ടിയർ ചെയ്യാനൊക്കെ പോകും. ഇപ്പൊ പ്രായമായവരൊന്ന് നടക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി പോകും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സൊസൈറ്റി ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുക്കണം. അതിപ്പം ഗേൾസ് ഓൺലി ഒരു ടൂർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ പോരുന്ന ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം. അത് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒരുപാട് ബാധിക്കും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന കൗൺസിലിംഗ് പോയിന്റ്. ശരിയാണ്. പിന്നെ ഡയബറ്റീസിനെ കുറിച്ച് ഇങ്ങനെ ചെറുതായി പറഞ്ഞു വന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പൊ ഡയബറ്റീസ് എല്ലാവർക്കും ഉള്ളൊരു ജീവിതശൈലി രോഗമായി വരികയാണല്ലോ. അപ്പൊ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഇപ്പൊ ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ കുറെ ആളുകൾക്ക് മരുന്നുകളെ കുറിച്ചൊക്കെ വളരെ ഭയമാണ്. ഇപ്പൊ കുറേ ജീവിതകാലം മുഴുവൻ ഞാൻ ഇൻസുലിൻ എടുക്കുക, അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഇൻസുലിൻ എടുക്കാമോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഡോക്ടർ പറഞ്ഞത് ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യാതെ കുറച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഡോക്ടറെ വിശ്വസിക്കേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണ്? മലയാളികളുടെ ഒരു മരുന്നിന്റെ ഈ ശീലം ഒക്കെ എങ്ങനെയാണ്? ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഞാനൊരു സീനിയേഴ്സ് മീറ്റിങ്ങിന് പോയി ഇവിടെ ലണ്ടനിൽ. അപ്പൊ അവര് എന്നോട് ഒരാൾ ചോദിക്കുന്ന ഒരു സംശയം എന്ന് വെച്ചാൽ, ടാബ്ലറ്റ് ആണോ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആണോ നല്ലത്? അപ്പോൾ നമ്മള് നമ്മളുടെ അവയർനെസിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതാണ് എനിക്ക് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്. നമ്മൾ ഡയബറ്റീസിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ നാട്ടിൽ അതിൻ്റെതായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഡോക്ടറെ ഇവിടെ ആവുമ്പോൾ നമ്മൾ ഷുഗർ കൂടുതലാണ് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു 6 മാസം നമ്മളോട് ഡയറ്റ് ആൻഡ് എക്സസൈസ് വെച്ചൊന്ന് നോക്കാൻ പറയും. അപ്പൊ 6 മാസം നമുക്ക് സമയം തരും. എക്സസൈസ് ചെയ്യുക, അത് ഡയറ്റ് മരുന്നില്ലാതെയാണോ? മരുന്നില്ലാതെ 6 മാസം നമുക്ക് എന്ത് 6 സമയം. മാസമൊന്നും കുഴപ്പമില്ല, ഡയബറ്റീസ് മരുന്നൊന്നും ഇല്ലാതെ? ഇല്ല, അപ്പൊ അത് ബ്ലഡിലെ ലെവൽ നോക്കിയിട്ടാ. വളരെ സിവിയർ ആയിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ റൈറ്റ് അവേ ചെയ്യും. അപ്പൊ അതിന് മുന്നേ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പ്രീ ഡയബറ്റിക് ആണോ എന്ന് നോക്കും. ഇപ്പൊ എന്റെ ഹസ്ബൻഡിനൊക്കെ ആണെങ്കിൽ തന്നെ 6 മാസത്തിൽ ഒരിക്കൽ ചെക്കിംഗ് ഉണ്ട്. അപ്പൊ പ്രീ ഡയബറ്റിക് ആവുമ്പോൾ തന്നെ H1 HbA1cയുടെ ലെവൽ നോക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു തുടങ്ങും, ഇനി 6 മാസമാണ് സമയം തരുന്നത്, അതോടുകൂടി അതിന് ഉൾപ്പെടെ ഇത് താത്തിയിരിക്കണം എന്ന് പറയും. നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ മലയാളികളുടെ ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ഒരുപാട് ചോറ് കഴിക്കും. പ്രത്യേകിച്ച് ഇനി വരാൻ പോണത് ഓണക്കാലമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സദ്യ. ഇഷ്ടമാണ്, ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിലും വിളമ്പുന്നവൻ അറിയണം എന്ന് നമുക്കൊരു ചൊല്ലുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഉണ്ണുന്നവർ അറിഞ്ഞില്ലെങ്കിലും കൊടുക്കുന്നവൻ ഒരു വാളം ചോറ് കൊടുത്താൽ മതി. ഒരു കൈക്കുടുന്ന നിറയെ ചോറിന്റെ ആവശ്യം നമുക്കുള്ളൂ. ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഭയങ്കര കൊതിയാ ചോറിന്. പക്ഷെ ചോറ് മിനിമം ഒരു 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 വാളം അതാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന നമ്മുടെ ഭക്ഷണത്തിന്റെ തിയറി എന്ന് പറയുന്നത് ഒരു വാളം കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറ്, പുട്ടാണെങ്കിൽ പുട്ട്, അത് 4-1 പ്രോട്ടീൻ, പ്ലേറ്റിന്റെ 4-1 എന്ന് പറയുന്നത് പ്രോട്ടീൻ ആയിരിക്കണം. പിന്നെ ഫൈബേഴ്സ്, നമ്മുടെ എന്താ പറയണ ഫൈബർ ഉള്ള പച്ചക്കറികൾ എന്തെങ്കിലും. അപ്പോൾ ഈ 4-1 ചോറിന്റെ ആവശ്യം നമുക്കുള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും ഞാൻ ഈ വ്ളോഗ് ചെയ്യണവരൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കറി ഉണ്ടെങ്കിൽ ഒരു കിട്ട ചോറുണ്ടാം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റേ നമ്മൾ മാറ്റി വെക്കണം എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ ആണെങ്കിലും ഞങ്ങൾ എടുക്കുമ്പോൾ ഒരു 4-1 ചോറ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിൻ്റെ കൂടെ പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഫൈബർ വേണം. ഇത്രയും കാര്യങ്ങൾ 4-1 വീതം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചോറിന്റെ അളവ് കുറയ്ക്കുക. പിന്നെ എക്സസൈസ് ചെയ്യണ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡിൽ നിന്ന് ഈ ഷുഗർ പിന്നെ പോയിരിക്കുന്നത് മസിലിലാണ്. അപ്പൊ ആ മസിലിന് ഒരു ജോലിയില്ല, എക്സസൈസ് ഇല്ലെങ്കിൽ അവിടുന്ന് ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ വഴി ഇതിന് എങ്ങോട്ടും പോവാൻ വഴിയില്ല.
രണ്ടാമത് നമ്മളുടെ ബോഡിയിൽ അറിയാമല്ലോ, ഇൻസുലിൻ, പാൻക്രിയാസിലെ ഇൻസുലിൻ ആണ് ഇത് കൺട്രോൾ ചെയ്യാൻ. ഇൻസുലിൻ്റെ പ്രായമാവും തോറും അതിന്റെ എഫിഷ്യൻസി കുറഞ്ഞു വന്നിട്ട് അതിന് വേണ്ട വിധത്തിൽ ഷുഗറിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലാതെയാവും. അപ്പൊ ഡോക്ടർ ആദ്യം 6 മാസം എക്സസൈസ് പറയുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞ് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ ആദ്യം പ്രധാനമായിട്ട് ഗൈഡ് ലൈൻസ് പ്രകാരം മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന മരുന്നാണ് കൊടുക്കുക. അത് ആദ്യം ചെറിയ ഡോസിൽ കൊടുക്കും. എന്നിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോസ് കൂട്ടിയിട്ട് കൊടുക്കും. ഇനി വീണ്ടും കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ വീണ്ടും നമ്മളുടെ ഷുഗർ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഡോക്ടർ അതിൻ്റെ കൂടെ ഒരു മരുന്ന് കൂടി ആഡ് ചെയ്യും. വീണ്ടും കൺട്രോളിലായില്ലെങ്കിൽ 2 3 മരുന്ന് കൂടി ആഡ് ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ പാൻക്രിയാസിനെ ഒരു ഇത്തിരിയെങ്കിലും ഇൻസുലിൻ അവിടെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് കൂടിയുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ ഉള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഷുഗറും ഇതും ഒന്നും കൺട്രോൾ ആവാതെ നമ്മൾ ഇത്രയും മരുന്ന് കഴിച്ച ഒരു സ്ഥിതിയിൽ എത്തുമ്പോൾ വീണ്ടും നമ്മുടെ ഷുഗർ കൺട്രോൾ ആവാതെ വരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷുഗറിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ആ മരുന്നിന്റെ എല്ലാത്തിൻ്റെയും പേഷ്യൻ്റ് ഇൻഫർമേഷൻ ലീഫ്ലെറ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ മെഡിസിൻ ഡയറ്റ് ആൻഡ് എക്സസൈസിന്റെ കൂടെയാണ് നിങ്ങൾക്ക് വർക്ക് ആവുന്നത്. അതില്ല എങ്കിൽ മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ഇൻസുലിൻ എടുത്തോ എനിക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ടാവും അങ്ങനെ ഒരു അവസ്ഥയില്ല. അങ്ങനെ ഒരവസ്ഥയില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഇൻസുലിൻ, ലോങ് ആക്ടിങ് ഇൻസുലിൻ കൊടുക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളുടെ ഫെയിലായി, ഇപ്പോഴും ഷുഗർ കൺട്രോൾ അല്ല, നമുക്ക് ആകെയെങ്കിലും ഉണ്ടായിരുന്ന ശരീരത്തിൽ ഉണ്ടായിരുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇപ്പോൾ ഒട്ടും തന്നെ എഫിഷ്യന്റ് അല്ലാതായി വരുന്നു. ആ ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിൽ തന്നെയുള്ള ഹോർമോണായ ഇൻസുലിൻ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ലോങ് ആക്ടിങ് കൊടുത്ത് നോക്കും, അതായത് 12 മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടി 2 നേരം ആക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്നിട്ടും നമ്മൾ ഫുഡ് വെച്ച് കൺട്രോൾ ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഭക്ഷണത്തിന്റെ കൂടെയും കൊടുക്കാൻ 3 നേരം ഇൻസുലിൻ ബോളസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മളങ്ങനെ നമ്മുടെ സ്ഥിതി വേഴ്സ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ടാബ്ലറ്റ് ആണോ ഇൻസുലിൻ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ആദ്യത്തെ മെറ്റ്ഫോർമിൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, നമുക്ക് എക്സസൈസ് ചെയ്യണം, നമ്മുടെ ഡയറ്റ് കൺട്രോൾ ആവണം, ചോറ് വളരെ കുറച്ച്. ടാബ്ലറ്റിന് പകരമല്ല ഇൻസുലിൻ. ഇൻസുലിൻ മാറ്റി ടാബ്ലറ്റ് ആക്കാൻ പറ്റില്ല. രോഗം കൂടി വലിയ മാരകമായ അവസ്ഥയിലെത്തുമ്പോഴാണ് ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നത് എന്നല്ലേ? തൈറോയിഡിനെ കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയുമോ? അതും ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞു പോയി, കൃത്യമായിട്ടൊരു പറഞ്ഞില്ല. തൈറോയിഡ് ഉണ്ടോ എന്ന് എങ്ങനെയാ നമുക്ക് എന്ത് സിംറ്റംസ് എന്നാ മനസ്സിലാവുക? എനിക്ക് തൈറോയ്ഡ്, ലോ തൈറോയ്ഡ് സിംറ്റം തുടങ്ങിയത് ആദ്യമായിട്ട് ഒരു അസാധാരണമായ വിധത്തിൽ ശരീരം വണ്ണം വെക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങ് വണ്ണം വെച്ച് ശരീരത്തിന് ഭാരം കൂടുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് വന്നു. രണ്ടാമത് കോൺസ്റ്റിപ്പേഷൻ, ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി. എന്ത് കഴിച്ചാലും പിറ്റേ ദിവസം രാവിലെ നമുക്ക് മലശോധന ഉണ്ടാകില്ല എന്നൊരു സ്ഥിതിയിലേക്ക് നമ്മൾ വന്നു. പിന്നെ മൂന്നാമതുണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ കോൾഡ് ഇൻടോളറൻസ് എന്ന് പറയും. നമുക്ക് ആ സമയത്ത് ഞാൻ കാനഡയിലിട്ട് വന്ന സമയമാണ്. ഇവിടെ അപ്പോൾ ഒരു മെയ് മാസമായിരുന്നു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വന്നാൽ എനിക്ക് 3 ദിവസത്തേക്ക് പിന്നെ ഞാൻ പുതച്ചു മൂടിയിരിക്കും, പനിക്കണ പോലെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒട്ടും വീട്ടിലുള്ള AC ഒന്നും നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല. അതൊക്കെ നമ്മളൊരു ഐസ് ക്യൂബിൽ ഇരിക്കണ മാതിരി നമുക്ക് തോന്നും. അതിന് നമ്മൾ കോൾഡ് ഇൻടോളറൻസ് എന്നാണ് ഒരു ലക്ഷണമായിട്ട് പറയുന്നത്. ഇതാണ് എനിക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ പലർക്കും മാനസിക രോഗം കാണിക്കുന്ന ഒരു സ്ഥിതി വരെ വന്നിട്ട് ചില അവരുടെ ഹസ്ബൻഡ് അവരെന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആൻസൈറ്റി വരുന്നു, നമ്മൾക്ക് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ മേലാതെ വരുന്നു, നമുക്ക് എപ്പോഴും ദേഷ്യം വരുന്നു, ഇറിറ്റേഷൻ വരുന്നു. ഇങ്ങനെ ഒരു മാനസികാരോഗ്യം പോകാവുന്ന, താറുമാറാകാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ തൈറോയിഡിന്റെ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥിതിയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞു പോയ, നമ്മുടെ ശരീരം ഉണ്ടാക്കേണ്ട ഒരു ഹോർമോൺ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഡോക്ടറെ കാണുന്നു, നമ്മൾ ലാബ് റിസൾട്ട് കൊടുക്കുന്നു. നമ്മുടെ ശരീരത്തിൽ എത്രയാണോ കുറവ് അതിനനുസരിച്ചിട്ട് ഡോക്ടർ നമുക്ക്, ആദ്യം ഡോക്ടർക്കും അറിയില്ല എത്രയാ തരണ്ടേന്ന്, ഒരു ഡോസ് നമുക്ക് തരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടതും, ചിലപ്പോൾ ഈ ഡോസിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 100 മൈക്രോഗ്രാം ആണ് എനിക്ക് ആദ്യം ഡോക്ടർ തന്നിരുന്നത്. ആ സമയത്ത് എനിക്ക് അധിക ഡോസായിരുന്നു. അതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം, തൈറോയിഡിന്റെ ലെവൽ ശരീരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് പാൽപിറ്റേഷൻസ് പറയും. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് പടപടപടാന്ന് ഇടിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു സാധാരണക്കാരാണെങ്കിൽ പേടിച്ചു പോകും. കാരണം അത്രമാത്രം ഹൃദയം ഇങ്ങനെ
വെറുതെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് പടപടാന്ന് ഇടിക്കുമ്പോൾ അത് തന്നെ മതി നമുക്ക് ആൻസൈറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ട് ഹാർട്ട് ബീറ്റ് തുടങ്ങിയ സമയത്ത് പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് ഡോസ് കുറച്ച് തരണം, ഹാർട്ട് പാൽപിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർക്കും കാര്യം മനസ്സിലായി. പെട്ടെന്ന് അത് ഞാൻ 75 മൈക്രോഗ്രാമിലേക്ക് ആക്കി ഡോക്ടർ കുറച്ച് തന്നു. അപ്പോൾ ആദ്യം ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ശരീരത്തിന് ഏതാണ് ടാലി ആവുന്നതെന്ന് ഡോക്ടർക്ക് ട്രയൽ ആൻഡ് എറർ വഴിയേ നമുക്ക് ഡോക്ടർക്കും നമുക്കും അത് നമ്മൾ ആ സിംറ്റം പറഞ്ഞാൽ മാത്രമേ ഡോക്ടർക്ക് അത് കുറയ്ക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സാധാരണ നമുക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഈ തൈറോയ്ഡ് ഹോർമോൺ സിന്തറ്റിക് ആയിട്ട് നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുന്നു. ഒരു 3 മാസം 6 മാസം കഴിയുമ്പോൾ ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറയുന്നു. ആ സമയത്ത് നോർമൽ ആണെന്ന് പറയുന്നു. ഡോക്ടർ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ പിന്നെ ഇപ്പൊ കഴിക്കുന്ന മരുന്ന് ഈ ഡോസ് തന്നെ തുടർന്ന് കഴിക്കാൻ പറയുന്നു. അങ്ങനെയുള്ള പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് എല്ലാം ശരിയായി എന്നാ. അതായത് ഇപ്പൊ ഡോസ് കുഴപ്പമില്ല, എല്ലാം ശരിയായി, നാളെ മുതൽ മരുന്ന് കഴിക്കണ്ട. ഡോക്ടർ ഈ ഡോസ് തന്നെ തുടർന്ന് കഴിക്കണം എന്ന് പറയുന്നത് അവർ ശ്രദ്ധിക്കുന്നതേ ഇല്ല. കാരണം മരുന്ന്, നമ്മുടെ മലയാളികളുടെ മരുന്ന് കഴിക്കാനുള്ള ആറ്റിറ്റ്യൂഡാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. എന്നിട്ട് ഇവർ പെട്ടെന്ന് ഈ മരുന്ന് കഴിക്കണം നിർത്തും. അവർ പറയുന്നത് എൻ്റെ എല്ലാം ശരിയായി, ഡോസ് ഒക്കെ ശരിയായി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരു 6 മാസത്തെ ഇടവേളകളിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ലാബ് ടെസ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ചിലപ്പം ഞാൻ പല പ്രാവശ്യം ഡോസ് മാറ്റി. ആദ്യം 100 മൈക്രോഗ്രാം ആയിരുന്നു, പിന്നെ 75 ആക്കി, പിന്നെ 80 ആക്കി. ഇപ്പൊ ഞാൻ കഴിക്കുന്നത് ഒരു ദിവസം 75, ഒരു ദിവസം 50 ആണ്. കാരണം 50 കഴിക്കുമ്പോൾ കുറവാകും, 75 കഴിയുമ്പോൾ കൂടുതലാവും. ഇങ്ങനെ പലതരം ട്രയൽ ആൻഡ് എറർ വഴിയാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ബ്ലഡ് വർക്ക് അല്ലെങ്കിൽ ബ്ലഡ് ചെക്കിങ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതാത് ഇടവേളകളിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പൊ ഈ അടുത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, കേരളത്തിൽ കണ്ട ഒരു വാർത്ത. ആഗസ്റ്റ് 12, 2024 വാർത്തയാണ്. കേരളത്തിൽ പ്രതിവർഷം 15,000 കോടി രൂപ വരെയുള്ള മരുന്നുകൾ, ആന്റിബയോട്ടിക്സ് വിൽക്കുന്നുണ്ടായിരുന്നു. 45,000 കോടിയോളം വരുന്നത്, അതിൽ 15,000-ൽ 45,000 കോടി ആന്റിബയോട്ടിക് ആയിരുന്നു. അത് വിൽപ്പന കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണമായിട്ട് പറയുന്നത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കാരണം ആളുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഫാർമസിയിൽ പോയിട്ട് സ്വന്തമായിട്ട് മരുന്ന് വാങ്ങിയിട്ട് ഇഷ്ടമുള്ള പോലെ കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഡോക്ടർമാർ ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിർദ്ദേശമൊക്കെ വന്നിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ മലയാളിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, സ്വന്തമായിട്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കുക. അതുപോലെ കാനഡയിൽ വരുന്ന മലയാളികൾക്കാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നേരിടുന്ന ആദ്യത്തെ കുറച്ച് കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം ആശുപത്രി ചെലവോ മരുന്നൊന്നും കിട്ടുന്നില്ല, നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് വരുന്നവരെ ഇരിക്കാൻ പറയും, എന്താ സുഖമാണെങ്കിലും. അപ്പൊ നമുക്ക് മരുന്ന് കിട്ടാത്തൊരു വിഷമമുണ്ട്. മലയാളിയുടെ ഒരു മരുന്ന് ഉപയോഗ ശീലം എങ്ങനെയാണ്? ഈ ആദ്യത്തെ കാര്യത്തെ പറ്റി നമുക്ക് പറയാം. കാരണം ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം എന്ന് പറയുന്നത് അതൊരു വലിയ ഡിസ്കഷന് സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങോട്ട് പോരുന്നത് വരെ കണ്ടുവരുന്നിട്ടുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ഇപ്പോൾ എൻ്റെ കൊച്ചിന് പനിയാണ്, അല്ലെങ്കിൽ ജലദോഷമാണ്, അല്ലെങ്കിൽ എനിക്ക് മൂത്രത്തിൽ അണുബാധയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് ചെന്ന് ചോദിക്കുന്നു. ആ കടയിലെ ഫാർമസിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തിക്കുന്നത് വെച്ചിട്ടോ അവർ ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് കൊടുക്കും, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ. അത് നിയമവിധേയമായിരുന്നോ ഇന്ത്യയിൽ? അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് തൊട്ടേ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പലപ്പോഴും പല സമയത്തും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പലരും എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, രോഗാണുക്കളുടെ അതിജീവനം എന്ന് പറയുന്ന ബാക്ടീരിയൽ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ നമുക്കറിയാം, വൈറസ് ആണെങ്കിലും ആന്റിബയോട്ടിക് ആണെങ്കിലും ഈ സൂക്ഷ്മാണുക്കളൊക്കെ അവരുടെ തന്നെ DNA മ്യൂട്ടേഷൻ വരുത്തിയിട്ട് വേറൊരു വേർഷൻ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഫാർമസിയിൽ ഡോക്ടർ 14 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് കുറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 7 ദിവസത്തേക്ക് കുറിച്ച് കൊടുത്താൽ പൈസ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് കഴിക്കാനുള്ള മടി കൊണ്ടോ പകുതി മരുന്ന് വാങ്ങിയിട്ട് പോകുന്നു. അപ്പം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 3-4 ഡോസ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ അസുഖം കുറയുന്നു. നമ്മൾ പിന്നെ മലയാളിയുടെ അതേ ആറ്റിറ്റ്യൂഡ്, നമ്മൾ മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നു. ഈ ഒരു സമയത്ത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളുടെ രക്തത്തില് ഈ രോഗാണുക്കളെ തുരത്തി ഓടിക്കാനുള്ള ആന്റിബയോട്ടിക്കിന്റെ അളവ് കുറഞ്ഞു പോകും. ആ കുറഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ബാക്കിയുള്ള ഈ സെയിം ബാക്ടീരിയ DNA മ്യൂട്ടേഷൻ വരുത്തിയിട്ട് പുതിയ, അവരുടെ തന്നെ കുറെ കൂടി ശക്തി കൂടിയ വേർഷൻ ഉണ്ടാക്കും. ഒരു പുതിയതായി DNA എല്ലാം പുതിയതായി, ആ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന പല ഈ ബാക്ടീരിയകളുടെ ന്യൂ വേർഷനും ഈ പഴയ ആന്റിബയോട്ടിക്കിനെ
എഫക്റ്റീവ് ആവാതിരിക്കാനുള്ള തന്ത്രങ്ങൾ അവർ ഈ DNA വരുത്തിയിട്ടുണ്ടാവും. ഉം. അപ്പൊ ആ സമയത്ത് വീണ്ടും ഈ ഇൻഫെക്ഷൻ തിരിച്ചു വരും, രോഗാണുബാധ തിരിച്ചു വരുന്നു, നമ്മൾ വീണ്ടും ഡോക്ടറെ പോയി കാണുന്നു. ഉം. ഡോക്ടർ അപ്പൊ പറയും, ഓ, അപ്പൊ ഡോക്ടർ വിചാരിക്കുന്ന എന്താ, നമ്മൾ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ഈ മരുന്ന് കഴിച്ചിട്ടാണ് കഴിച്ചു. ചെല്ലുന്നത്. അപ്പൊ ഡോക്ടറിന്റെ ചെയ്യും, ഓ, എന്നിട്ടും കുറഞ്ഞില്ലേ? അപ്പൊ ഡോക്ടർ അതിനേക്കാളും നമ്മൾ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയും, കുറച്ചും കൂടി എന്താ പറയാ, കട്ടി കൂടിയ, മലയാളത്തിൽ പറഞ്ഞാൽ കട്ടി കൂടിയ മരുന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും 3-4 ദിവസം കഴിഞ്ഞ് അസുഖം സിംറ്റംസ് ലക്ഷണങ്ങൾ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് നിർത്തും. ഇങ്ങനെ പോയി പോയി അപ്പൊ ഈ ബാക്ടീരിയ നമ്മുടെ ഈ ആന്റിബയോട്ടിക്കിനെ എതിരെ അതിജീവിക്കാനുള്ള DNA ഉണ്ടാക്കി പുതിയ മ്യൂട്ടേഷൻ വഴി പുതിയ വേർഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സമയത്ത് നമുക്കിപ്പോൾ അറിയാം, നമുക്ക് ഇനി ഒരു പുതിയ വേർഷൻ ഉള്ള ഒരു ട്യൂബർക്ലോസിന്റെ ഒരു ബാക്ടീരിയ ഉണ്ടായാൽ അതിന് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇനി നമുക്ക് ഒരു ആന്റിബയോട്ടിക്കിനും പ്രതിരോധിക്കാൻ മേലാത്ത പോലെ ആയിരിക്കും നമുക്ക് ക്ഷയരോഗം ഉണ്ടാവുക. അത് നമ്മുടെ ചെറിയ ഓരോ അസുഖങ്ങൾക്കും ബാധകമാണ്. ബാക്ടീരിയയ്ക്ക് അവർക്ക് പുതിയ പുതിയ വേർഷൻ ഉണ്ടാക്കിക്കൊണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പുതിയ ആന്റിബയോട്ടിക്, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് എന്താ പറയാ, റിസർച്ച് വഴി കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ബാക്ടീരിയ പുതിയ വേർഷൻ ഉണ്ടാക്കുന്ന അത്രയും സ്പീഡിൽ നമുക്ക് റിസർച്ച് വഴി അതിലും കട്ടി കൂടിയ ആന്റിബയോട്ടിക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊപ്പം നമ്മൾ സഞ്ചരിക്കില്ല. അപ്പൊ ആ സമയത്ത് ഇനി ഒരു എന്ന് വെച്ചാൽ അത്രയും കട്ടി കൂടിയ ഒരു സൂക്ഷ്മാണു ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇപ്പൊ നിലവിലുള്ള ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് അതിനെ പ്രതിരോധിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ തീരുമാനിക്കണം. നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, യൂറിൻ കൾച്ചർ ചെയ്തൊക്കെ നോക്കി എടുത്തിട്ടാണ് ഡോക്ടർ തീരുമാനിക്കണേ ഏത് ബാക്ടീരിയയാണ് നമ്മുടെ യൂറിനകത്തുള്ളത്, അതിന് പറ്റിയ ആന്റിബയോട്ടിക് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊന്നും പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്രോഡ് സ്പെക്ട്രം, അതായത് വളരെ കട്ടി കൂടിയ ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി, ഇപ്പം ചെറിയ നമ്മൾ വൈറൽ ഫീവർ, ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷെ പലപ്പോഴും ഡോക്ടർമാർ നിർബന്ധിതരാവുന്നുണ്ട്, കൊച്ചിന് അസുഖം കുറയണം. അപ്പൊ വൈറൽ പനിക്ക് ആന്റിബയോട്ടിക് കുറിക്കുക എന്നതിന് ഡോക്ടർ നിർബന്ധിതനാവുമ്പോൾ തന്നെ അവിടെ തന്നെ നമ്മൾ ഈ നിയമം പൊട്ടിച്ചു കഴിഞ്ഞു. ആ നിയമം പിന്നെ ഇനി ബാധകമല്ല. അപ്പൊ ഒരിക്കലും ഡോക്ടറുടെ ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ കൊച്ചിന്റെ വൈറൽ പനിക്ക് വേണ്ടിയിട്ട്, വൈറസ് അത് തന്നെ വന്ന് പോകണം, മാരകമല്ല ആ ഒരു സ്ഥിതിയിലേക്ക്, നമുക്ക് കോവിഡ് പോലെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അത് തന്നെ വന്ന് നമ്മുടെ ശരീരം തന്നെ അതിനെ റിക്കവർ ചെയ്യാനുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് തന്നെ അത് പോകണം. അതിനുവേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഒരിക്കലും കൊച്ചിന് നാളെ സ്കൂളിൽ പോകാനുള്ളതായിരിക്കും. കാരണം വൈറസ് ബാധയ്ക്ക് ഒരിക്കലും ആന്റിബയോട്ടിക്, ആന്റി ബാക്ടീരിയൽ ഡ്രഗ് ഫലവത്താവില്ല. അങ്ങനെ ഡോക്ടറെ നിർബന്ധിക്കാതിരിക്കുക കൂടി ചെയ്യണം. അങ്ങനെ ഒരു ഉത്തരവാദിത്വം സാമൂഹികമായിട്ട് നമ്മൾ എടുക്കണം, നമ്മൾ പേഷ്യൻസ് തന്നെ എടുക്കണം. അത് ആന്റിബയോട്ടിക് കഴിക്കുന്നതിനെ കുറിച്ച് ജനറൽ ആയിട്ട് ആളുകൾ എന്താ പറഞ്ഞു കൊടുക്കുക, കൗൺസിലിംഗ് എന്താ കൊടുക്കുക? നമ്മൾ ഇവിടെ പറയുന്ന പ്രധാനമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കൗൺസിലിംഗ് പോയിന്റ്, 7 ദിവസത്തേക്ക് ഡോക്ടർ മരുന്ന് കുറിച്ചാൽ 7 ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് കഴിച്ചു തീർക്കണം. ലക്ഷണങ്ങൾ കുറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ മരുന്ന് നിർത്തരുത്. കാരണം നമുക്ക് ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 7 ദിവസത്തേക്കോ 14 ദിവസത്തേക്കോ മരുന്ന് കുറിച്ച് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു തീർക്കണം. രണ്ടാമത് പറയുന്ന കൗൺസിലിംഗ് പോയിന്റ്, മിക്കവാറും എല്ലാ ആന്റിബയോട്ടിക്കിനും നമുക്ക് നോഷിയ ആൻഡ് വോമിറ്റിംഗ്, അതായത് ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസി ഉണ്ടാകും, നമ്മൾ ഛർദ്ദിക്കും, ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവും. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സാധാരണ എല്ലാ ആന്റിബയോട്ടിക്കുകളുടെയും സൈഡ് ഇഫക്റ്റ് ആണ്. അത് നമ്മൾ മാനേജ് ചെയ്ത് പോകണം. അപ്പം ഛർദ്ദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുത്തു വിടുന്നത്. അതുപോലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്ക്, അതായത് ഒഴിഞ്ഞ വയറിൽ കഴിക്കേണ്ട മരുന്നുകളുണ്ട്, അത് അങ്ങനെ തന്നെ കഴിക്കണം. അപ്പൊ അതിന് വേണ്ട പ്രതിവിധികൾ നമ്മളിവിടെ കൗൺസിലിംഗ് പോയിന്റിൽ അത് തന്നെ ഉൾപ്പെടുത്തി പറഞ്ഞു. പക്ഷെ ഇവിടെ കാനഡയിലെ എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ ഒരുമാതിരി അറിയാം. അവർ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയും, എനിക്കറിയാം, ആന്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അവർ നമ്മളോട് ഇങ്ങോട്ട് തന്നെ പറയും. പക്ഷെ നമ്മളുടെ ഒരു ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ് ഫാർമസിസ്റ്റ് ഇത് കൗൺസിൽ ചെയ്ത് കൊടുത്തു വിടുന്നത്. കാനഡയിൽ മരുന്ന് കിട്ടാത്തതോ? ഇപ്പൊ ഇത് പറഞ്ഞു, നമ്മൾ അവിടെ പോയിട്ട് ബാക്ടീരിയൽ വൈറസ് രോഗങ്ങൾക്കും ആന്റിബയോട്ടിക് വേണമെന്ന് പറയും. പക്ഷെ കാനഡയിലാണെങ്കിലോ ഒരു രോഗം വരുന്ന ഒരാള്, കാനഡയിൽ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടില്ല മരുന്ന്. കാരണം ഡോക്ടർ പറയും ഇതിന് ആന്റിബയോട്ടിക് വേണ്ട എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് വേണ്ട. അത് നമുക്ക് ഫാർമസി ചെന്നിട്ട് വാങ്ങിക്കാനും പറ്റില്ല, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ഇവിടെ മരുന്നൊന്നും കിട്ടൂല. അപ്പോൾ കാനഡയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സുരിത പറഞ്ഞു, ഇവിടെ വന്ന സമയത്ത് മരുന്ന് കിട്ടാൻ പാടായിരുന്നു. അല്ല, ആശുപത്രിയിൽ പോകുമ്പോ നമുക്കൊന്നും കിട്ടില്ലല്ലോ സാധാരണ. അപ്പം നിങ്ങൾ വല്ല ടൈലനോൾ കഴിച്ചാൽ മതി എന്ന് പറയുമോ സാധാരണ? അതെ, ഡോക്ടർക്ക് അറിയാം പനി വൈറൽ ഫീവർ ആണോ, അപ്പൊ പനി
എന്ന് വെച്ചാൽ പനി കൂടാതെ, പനി കൂടിക്കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് 5 വയസ്സിൽ താഴെയൊക്കെ ആണെങ്കിൽ അവർക്ക് എപ്പിലെപ്സിക് സീഷേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പറയും പാരസെറ്റമോള് അല്ലെങ്കിൽ ഐബുപ്രൂഫൻ കഴിച്ച് പനി കുറച്ച് നിർത്തുക, അല്ലെങ്കിൽ നെറ്റിയിൽ തുണി നനച്ചിടുക, പനി കൂടാതെ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വൈറസ് ഫീവർ വന്ന് അങ്ങനെ തന്നെ പോവുകയാണ്. ഇവിടെ നമുക്ക് ആന്റിബയോട്ടിക് വേണ്ടാത്ത അസുഖം, ആന്റിബയോട്ടിക് കുറിച്ച് വേണ്ടാത്ത അസുഖമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആന്റിബയോട്ടിക് കിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ പല പ്രൊവിൻസുകളിലും ഫാർമസിസ്റ്റുകൾക്ക് പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പം നമുക്കിപ്പോൾ ഫാർമസിസ്റ്റിനെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരൊരു ബ്ലഡ് റിസൾട്ട് ഒന്നും കണ്ടിട്ടല്ല നമ്മുടെ ഡയഗ്നോസിസ് നടത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 16, 18 പല പ്രൊവിൻസുകളിലും പല രീതിയിലാണ് ഈ ഫാർമസിസ്റ്റിന്റെ പ്രിസ്ക്രിപ്ഷനുള്ള അധികാരമുള്ളത്. അപ്പം ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസിലാണെങ്കിൽ അവർക്ക് ഒരുമാതിരി ഫുൾ അതോറിറ്റി ഉണ്ട്, നാർക്കോട്ടിക് അല്ലാത്തതെല്ലാം ചെയ്യാനും ലാബ് വർക്ക് ഓർഡർ ചെയ്യാം. പിന്നെ അവർക്ക് ഓൺലൈനിൽ നമ്മുടെ ഓരോ പേഷ്യൻസിന്റെ ലാബ് വർക്ക് കാണാം. അപ്പോൾ ആൽബർട്ടയാണ് അതിൽ ഏറ്റവും മുമ്പിലായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒണ്ടാരിയോയിൽ നമുക്ക് എല്ലാവർക്കും പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു ലാബ് വർക്ക് അതിനുള്ളേക്കുള്ള നടപടികൾ പൂർത്തിയായി വരുന്നുണ്ട്, ഉടനെ തന്നെ ആവും. പക്ഷെ കറണ്ട് സ്ഥിതിയിൽ നമുക്ക് ഇപ്പോൾ ചെല്ലുമ്പോൾ നമുക്കൊരു അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഫാർമസിസ്റ്റിന് ഇല്ലാത്തത് കൊണ്ട് ഫാർമസിസ്റ്റ് നോക്കിയിട്ട് അവർക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അവർ തീരുമാനിക്കും ഇതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണോ. റെഡ് ഫ്ലാഗ്സ് ആണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകണം. അതല്ല അവർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അവർ നമുക്ക് പ്രത്യേകമായിട്ടും പ്രിസ്ക്രിപ്ഷൻ തരും. അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നാണ് എനിക്ക് പ്രധാനമായിട്ട് ഫോൺ കോളുകൾ കിട്ടാറ്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് തൊട്ടടുത്തുള്ള ഫാർമസി പോയിട്ട് ഫാർമസിസ്റ്റിനോട് സംസാരിക്കാം. അവിടുന്ന് ഫാർമസിസ്റ്റ് അവർക്ക് ഫാമിലി ഡോക്ടർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു വോക്കിൻ ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ കാണാം. അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫാർമസിസ്റ്റ് അവരുടെ പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇപ്പോൾ അവര് ഡോക്ടറെ കാണാൻ പോവാത്ത വാക്കിൻ ക്ലിനിക്കിലൊക്കെ നല്ല പൈസ കൊടുക്കേണ്ടി വരുന്നോണ്ടാണ്. ഫാർമസിസ്റ്റിന് ഫീസ് ഉണ്ടോ അതോ ഫ്രീ ആണോ? ഫാർമസിസ്റ്റിന് ചില ഫാർമസികളിൽ ഫീസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ അവർക്കൊരു ഹെൽത്ത് കാർഡ് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അവരുടെ തന്നെ ഇൻഷുറൻസ് കാർഡുകളുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്രോവിൻസിലും ഓരോ ഫാർമസിയിലും വ്യത്യസ്തമായിട്ടിരിക്കും. അതപ്പം അവരുടെ അടുത്ത് പോയി ചോദിച്ചാൽ മതി. ചോദിക്കുമ്പോൾ ഫാർമസിസ്റ്റ് പറയും അവർക്ക് ഫീ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ്, കോളേജിൽ നിന്നുള്ള ഇൻഷുറൻസ് കവർ ആവുന്നുണ്ടോ. ഇതിനൊക്കെ അനുബന്ധിച്ച് ഓരോ ഫാർമസികളിലും ഇത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ശരിക്ക് ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള ഏറ്റവും ആദ്യത്തെ ഒരു എളുപ്പ വഴി ഫാർമസിസ്റ്റ് ആണല്ലേ ഇവിടുത്തെ? ഫാർമസിസ്റ്റ് അടുത്ത് പോവുക എന്നുള്ളതാണ്. കാരണം പലർക്കും അത് അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു റീൽ ഇടണം എന്ന് തന്നെ അത് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് അത് എടുത്തു ചോദിച്ചത്. എനിക്ക് തോന്നുന്നില്ല അറിയില്ല. കാരണം ഒരുപാട് പിള്ളേര് നമ്മളടുത്തും ചോദിക്കാറുണ്ട് എന്താ ചെയ്യാ, ഒന്നും അറിയാൻ പറ്റുന്നില്ല, പൈസ ഇല്ല, പിന്നെ ഡോക്ടറെ അടുത്ത് പോകാൻ പൈസ ഇല്ല. അപ്പം ശരിക്കും അങ്ങനത്തെ കുട്ടികൾക്ക് ഫാർമസിസ്റ്റുകളെ സമീപിക്കാവുന്നതാണ്. പിന്നെ ലീനയുടെ സോഷ്യൽ മീഡിയ വഴിയും കോണ്ടാക്ട് ചെയ്യാം. ലീന അത്യാവശ്യമൊക്കെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എന്താ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? ഒരു ജനറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നിലനിർത്തുക, ഹാപ്പി ആയിട്ടിരിക്കുക, അതിന് എന്തെല്ലാം കാര്യങ്ങൾ പാലിച്ചാൽ നമുക്കത്? മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഡയറ്റാണ്. ഡയറ്റിന്റെ കൂടെ നമ്മൾ എന്താ പ്രത്യേകിച്ച് ഓണക്കാലം അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് വരുമ്പോൾ നമ്മൾ അതൊന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ ഓണസദ്യയുടെ സന്തോഷം കളയല്ലേ? അല്ല, ആ സന്തോഷം കളയാതിരിക്കാൻ വേണ്ടി. കാരണം പലപ്പോഴും ഓണത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫാർമസിയിൽ ആൾക്കാർ വരും, ഷുഗർ ഭയങ്കര കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു കൺസേൺ ആണ്. ഓണം ഒക്കെ സന്തോഷമാണെങ്കിലും ഇതിന്റെ ഒരു ആഫ്റ്റർ ശരിക്കും അങ്ങനെ വരുമോ? ഇപ്പൊ ക്രിസ്മസ്, ന്യൂ ഇയർ എപ്പോഴും വരുമോ ആഘോഷങ്ങൾ കഴിയുമ്പോ? അൺഇന്റന്റഡ് കോൺസിക്വൻസസ് എന്ന് പറയൂല. അപ്പം ക്രിസ്മസിന്റെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരും, ഭയങ്കര ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ ശരീരം നമ്മളുടെയാണ്, അതിനോട് നമുക്കൊരു സ്നേഹം വേണം. കർത്താവ് പറഞ്ഞ പോലെ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് ഓവറാക്കി ചളമാക്കാതെ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓണത്തിന്റെ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിന്റെ കാര്യം പറയുന്നത്. നമുക്കതൊരു ഫാർമസിയിൽ പലപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു ഞാൻ പ്രശ്നമാണ്. ആദ്യമായിട്ട് അറിയുന്നേ ഇങ്ങനെ ഫെസ്റ്റിവൽസ് കഴിയുമ്പോ അങ്ങനെ രോഗികൾ കൂടുന്നുണ്ടെന്ന്. ഫെസ്റ്റിവൽസ് വരുമ്പം എനിക്ക് ഇഷ്ടം പോലെ ഫോൺ കോൾസ് കിട്ടാറുണ്ട് അങ്ങനെ. അപ്പോൾ ഫെസ്റ്റിവൽസ് വരുമ്പോൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക.
പിന്നെ എപ്പോഴും നമ്മുടെ ഹാപ്പി ഹോർമോൺസ്, ഡോപ്പമിൻ എന്ന് പറയുന്ന പ്രഷർ ഹോർമോൺസ് നന്നാക്കി വെക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാണ് എനിക്ക് കൂടുതൽ ആശങ്കയുള്ളത്. അടുക്കളയിൽ കൂടി നടക്കുന്ന നടപ്പൊന്നും നടപ്പല്ല, അല്ലെങ്കിൽ പാത്രം കഴുകുന്നതൊന്നും അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതൊന്നും. അത് നമുക്ക് ചിലർക്കുണ്ട് പാത്രം കഴിയുന്നത് റിലാക്സേഷൻ ആണ്, പക്ഷെ ചിലർക്ക് അങ്ങനെ വൃത്തിയാക്കുന്നത് റിലാക്സേഷൻ ഉള്ള ആൾക്കാരുണ്ട്, പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. അപ്പൊ അതല്ലാതെ ഇപ്പം ഈ സമയത്ത് ഇത്രയും ജോലി തിരക്കിന്റെ ഇടയ്ക്ക് എനിക്ക് ആഴ്ചയിൽ 4 ദിവസം സൂംബയ്ക്ക് പോകാമെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊന്ന് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ഉല്ലാസം തരുന്ന ഡാൻസോ ശരീരത്തിന് കുറച്ച് എക്സസൈസ്, പിന്നെ വെയിറ്റ് ബെയറിങ് എക്സസൈസുകൾ ചെയ്യാം, അല്ലെങ്കിൽ മിനിമം നടക്കുകയെങ്കിലും ചെയ്യണം. അത് നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് എഫിഷ്യൻസി ഉണ്ടാക്കി തരും, നമ്മുടെ മെമ്മറി ഒരുപാട് കൂട്ടിത്തരും. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ സുംബ പഠിപ്പിക്കുന്ന ടീച്ചറിന് മിനിമം ഒരു 65 വയസ്സുണ്ട്. 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴും അവർക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ട്. എത്രയോ ബാച്ച് പിള്ളേര് വന്നു പോകണം. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ ലീന എന്ന് വിളിച്ച് നമ്മളെ കയറി വാ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു ഓർമ്മയാണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ടീച്ചിങ്ങിലായിരിക്കുമ്പോൾ എനിക്ക് എല്ലാ പിള്ളേരുടെയും പേര് പല ബാച്ചിൽ ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മെമ്മറി അൾഷീമേഴ്സ് വരാതെ നമുക്ക് തടയാൻ പറ്റും. നമ്മുടെ മസിൽസ്, നമ്മുടെ ന്യൂറോൺസ് ഇതെല്ലാം നന്നാക്കി വെക്കാൻ പറ്റും. തീർച്ചയായിട്ടും മൾട്ടി വൈറ്റമിൻസ് കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ എല്ലുകളെ സുരക്ഷിതമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി ഡെയിലി റെക്കമെൻഡഡ് ഡോസിൽ കഴിക്കാൻ ശ്രമിക്കുക. തൈറോയിഡും ഇതൊക്കെ നന്നായിട്ടിരിക്കുവാണോ എന്ന് നോക്കുക. നമുക്ക് നമ്മുടെ മാനസികമായ ഒരു ഹെൽത്ത്, മാനസികാരോഗ്യം നന്നായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യുക. ഡോക്ടറെ വിശ്വസിക്കുക. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, ചിലരുടെ ബാഗിൽ ഒരു ഫാർമസി അങ്ങനെ തന്നെയാണ്. ഒരു വീട്ടിൽ ഒരു ഫാർമസി അങ്ങനെ, കാരണം ചെറിയ തലവേദന വന്നാൽ പകുതി പാരസെറ്റമോൾ പൊട്ടിച്ച് കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ചിലര് ഇപ്പം എൻ്റെ അമ്മയെ പോലെയൊക്കെ ഉള്ളവർ മരിച്ചാലും മരുന്ന് കഴിക്കൂല. ഓക്കെ, അപ്പൊ ഇത്രമാത്രം നമ്മൾ സഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട്, കുറച്ചും കൂടി എൻജോയബിൾ ആയിട്ട് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ മലയാളികളെ ഈ സൈഡിൽ നിന്നും അതായത് ഫാർമസി കൊണ്ടു നടക്കുന്ന ആ പ്രകൃതവും വേണ്ട, ഭരിച്ചാലും മരുന്ന് കഴിക്കാത്ത ആ പ്രകൃതവും വേണ്ട. ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിന് ഡോക്ടറെ വിശ്വസിച്ചിട്ട് ഡോക്ടർ പറയുന്ന മരുന്നിനെ വേണമെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ അന്വേഷണമൊക്കെ നടത്താം, നമുക്ക് മരുന്ന് കഴിക്കാൻ മടിയാണെങ്കിൽ. പക്ഷെ നമ്മളെ കാര്യമായിട്ട് സഹായിക്കുന്ന നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമുക്ക് ഇതിലൊക്കെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും ഓരോ ദിവസം. ആ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ പറ്റും, നമ്മുടെ ഇറിറ്റേഷനൊക്കെ ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിന് ആ ഒരു നടുക്കത്തെ ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അതാണ് ചുരുക്കമായിട്ട് പറയാനുള്ളത്. താങ്ക് യു ലീന. അപ്പൊ ഇടയ്ക്കൊക്കെ സമയം പോലെ നമ്മളെ പ്രേക്ഷകരോടൊക്കെ ഇടയ്ക്ക് ഇതുപോലത്തെ എന്താ പറയാ, ജീവിക്കാൻ ആശ നൽകുന്ന നല്ല കാര്യങ്ങളൊക്കെ പറയാ. പിന്നെ സ്ത്രീകളൊക്കെ കുറച്ച് ഹാപ്പി ആയിരിക്കട്ടെ ഇതൊക്കെ കേട്ടിട്ട്. അപ്പൊ താങ്ക് യു, വിളിച്ചപ്പോ വന്നതിനും, നല്ല തിരക്കുള്ള ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. വരാന്ന് പറഞ്ഞതിനും വന്നതിനും സംസാരിച്ചതിനും ഒക്കെ നന്ദി. താങ്ക് യു സുനിത, താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്. ഭയങ്കര സന്തോഷമായി. താങ്ക് യു.